കഥയുടെ തുടക്കത്തിൽ തന്നെ നമ്മൾ കാണുന്നത് നമ്മുടെ കഥാനായികയായിട്ടുള്ള സാക്ഷി വിവാഹവേഷത്തിൽ റെഡിയായി നിൽക്കുന്നതാണ്. എന്നാൽ അപ്പോഴേക്കും നമ്മുടെ കഥാനായകനായിട്ടുള്ള ഫൂയാൻ അവനും വിവാഹവേഷത്തിൽ വളരെ ധൃതിപ്പെട്ട സാക്ഷിയുടെ അടുത്തേക്ക് വളരെ ഭയത്തോടു കൂടി ഓടി വരുന്നതാണ്. വന്ന് അവളെ കാണുമ്പോഴാണ് ഇവൻ ആശ്വാസമാവുന്നത്. ഇവര് രണ്ടുപേരും വിവാഹിതരാവാൻ പോവാണ്. അപ്പോ ഇവളും കാര്യം എന്താണെന്ന് അറിയാതെ അതിനെപ്പറ്റി ചോദിക്കുമ്പോൾ ഇവൾക്കൊരു വോയിസ് റെക്കോർഡർ കേൾപ്പിക്കുന്നു. അതില് ഇവന്റെ വൈഫ് ഉടനെ തന്നെ മരണപ്പെടും എന്ന് ആരോ അറിയിച്ചിരിക്കുന്ന ഒരു വോയിസ് ആണ്. അപ്പോ സാക്ഷി അത് കേട്ട് ഇത് നിന്നെ ആരെങ്കിലും പ്രാങ്ക് ചെയ്തതായിരിക്കും, അല്ലെങ്കിൽ ആർക്കെങ്കിലും നമ്മൾ ഒന്നിക്കുന്നതിൽ അസൂയ കാണും എന്ന് പറഞ്ഞ് ഇവനെ സമാധാനപ്പെടുത്തുന്നു. അങ്ങനെ അവര് കുറച്ച് ഹാപ്പി ആയിട്ട് നിൽക്കുമ്പോൾ പെട്ടെന്ന് ഒരാൾ അയാളുടെ കൈ മാത്രമാണ് കാണുന്നത്. അയാൾ അങ്ങോട്ടേക്ക് വന്ന് അവിടെ കത്തിച്ച ഒരു ലൈറ്റർ വലിച്ചെറിയുന്നു. ഉടനെ തന്നെ അവിടെ തീ പടരുകയും ചെയ്യുന്നു. ഇവര് പക്ഷേ ആ ഒരു വ്യക്തിയെ കാണുന്നില്ല. അതുകൊണ്ട് തന്നെ തീ പടരുന്നത് കൊണ്ട് പെട്ടെന്ന് ഇവർ അവിടെ നിന്ന് രക്ഷപ്പെടാൻ തുടങ്ങുന്നുണ്ടെങ്കിലും അവരെ കൊണ്ട് സാധിക്കുന്നില്ല. മാത്രമല്ല വലിയ രീതിയിൽ തീ ആളി പടർന്ന് ഫൂയാൻ സാക്ഷിയെ രക്ഷിക്കുന്നവർക്ക് ഒരു വലിയ ലൈറ്റിനടിയിൽ പെട്ടുപോകുന്നു. അവനെ എഴുന്നേൽപ്പിക്കാനും ഇവൾക്കാവുന്നില്ല. തീയും പടർന്നുകൊണ്ടേയിരിക്കാണ്. അപ്പോ ഇവൻ ഇവളോട് എങ്ങനെയെങ്കിലും അവിടെ നിന്ന് രക്ഷപ്പെടാനായിട്ട് പറയുന്നുണ്ടെങ്കിലും ഇവള് അവനില്ലാതെ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ ഫൂയാൻ ഇവളോട് നമുക്ക് ഈ ജന്മത്തിൽ ഒന്നിക്കാനാവൂന്ന് തോന്നുന്നില്ല, അടുത്ത ജന്മം ഉണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായും ഒന്നിക്കാം എന്ന് പറഞ്ഞിട്ട് ഇവൻ ഇവളെ രക്ഷപ്പെടുത്തി സേഫ് ആയിട്ടുള്ള ഒരു ഏരിയയിലേക്ക് തള്ളിയിടുന്നു. എന്നാൽ അപ്പോഴേക്കും അവിടെ തീയിട്ട ആ ഒരു വ്യക്തി ഇപ്പൊ ഇവളുടെ പിറകിലൂടെ വന്ന് ഇവളെ പിടിക്കുന്നു. എന്നിട്ട് നീ എന്തിനാ ഇപ്പൊ കല്യാണം കഴിക്കുന്നത്, അതല്ലേ എനിക്കിങ്ങനെ ചെയ്യേണ്ടി വന്നത് എന്ന് ചോദിച്ചുകൊണ്ട് ഇവളെ വീണ്ടും ആ ഒരു തീയിലേക്ക് തള്ളിയിടുന്നു. സോ രണ്ടുപേരും ഇപ്പോ അവരുടെ അവസാന നിമിഷങ്ങളിലാണ്. പക്ഷെ ഇവർക്ക് പിരിയാൻ ഒരു താല്പര്യമില്ല. കാരണം ഒരുപാട് നാള് പ്രണയിച്ച് ആഗ്രഹിച്ചിരുന്ന ആ ഒരു അവരുടെ ബിഗ് ഡേഡ് അന്ന് തന്നെയാണല്ലോ ഇവർക്ക് ഇപ്പൊ പിരിയേണ്ടി വരുന്നത്. അതുകൊണ്ട് തന്നെ ഇവര് രണ്ടുപേരും വളരെ സങ്കടത്തിലാണ്. എന്നാൽ കുറച്ചു സമയത്തിനുള്ളിൽ തന്നെ നമ്മൾ കാണുന്നത് സാക്ഷി ഇപ്പോ വീണ്ടും പുനർജനിച്ചിരിക്കുകയാണ്. അവളുടെ പാസ്റ്റ് ലൈഫിലേക്ക് തിരിച്ചെത്തിയിരിക്കുന്നു. ഇപ്പോ ഇവര് രണ്ടുപേരും പ്രണയിക്കുന്നുണ്ട്. വിവാഹത്തിന് മുന്നേക്കുള്ള ഒരു സമയമാണ്. ഇവരുടെ പ്രപ്പോസലൊക്കെ നടക്കുന്ന ഒരു മൊമെന്റിലേക്കാണ് തിരിച്ചെത്തിയിരിക്കുന്നത്. ഇവൾക്ക് അത് വിശ്വസിക്കാനേ ആവുന്നില്ല. ഇവള് മാത്രമാണ് തിരിച്ചെത്തിയിരിക്കുന്നത്. ഫൂയാന് ആ കാര്യങ്ങളൊന്നും അറിവില്ല. ഇവള് വീണ്ടും ഫൂയാനെ കണ്ട സന്തോഷത്തില് ഇവന്റെ അടുത്തേക്ക് ചെല്ലാൻ പോകുന്നുണ്ടെങ്കിലും അപ്പോഴാണ് ഇവരുടെ രണ്ടുപേരുടെയും മരണത്തിന് കാരണം ഇവരുടെ വിവാഹം ആയിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ ഇവളുടെ ചുറ്റിനുള്ള ഒരാള് ഇവളുടെ ശത്രുവാണ് എന്ന് മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെ ഇനി ഇവള് കാരണം ഇവന്റെ ലൈഫ് നഷ്ടപ്പെടരുത് എന്ന കാരണം കൊണ്ട് ഇപ്പോ ഇവൻ പ്രപ്പോസ് ചെയ്തിട്ടും അത് ഇവള് സ്വീകരിക്കാൻ തയ്യാറാവുന്നില്ല. ഇവൾക്ക് ഇവനെ ഒരുപാട് ഇഷ്ടമാണ്. പക്ഷെ ഇവന്റെ സേഫ്റ്റിക്ക് വേണ്ടി ഇപ്പോ ഇവൾക്ക് എല്ലാം അറിയാവുന്നത് കൊണ്ടാണ് ഈ ഒരു തീരുമാനം ഇങ്ങനെ എടുക്കുന്നത്. ഇവര് തമ്മിലുള്ള റിലേഷൻഷിപ്പ് വീണ്ടും മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ അത് ഇവരെ രണ്ടുപേരെയും നല്ല രീതിയിൽ ബാധിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇവനെ വെറുപ്പിക്കാനായിട്ട് അവന്റെ കയ്യിലുള്ള റിങ് വാങ്ങി കളഞ്ഞിട്ട് ഞാനിതൊക്കെ ഒരു തമാശയ്ക്ക് വേണ്ടി ചെയ്തതാണ്, എനിക്ക് തന്നെ ഇഷ്ടമൊന്നും ആയിരുന്നില്ല എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകാൻ തുടങ്ങുമ്പോൾ ഫൂയാന് അത് വിശ്വസിക്കാനാവുന്നില്ല. കാരണം ഇവളായിട്ട് തന്നെയാണ് ഇപ്പോൾ നടക്കുന്ന ആ ഒരു പ്രപ്പോസൽ തന്നെ വേണോന്ന് പറഞ്ഞ് അതിന്റെ പിന്നിൽ നിന്ന് എല്ലാം റെഡിയാക്കിയത്. പെട്ടെന്ന് ഇവളുടെ ആ ഒരു മാറ്റം കണ്ട് ഇവളോട് നീ വെള്ളം അടിച്ചിട്ടാണോ ഇങ്ങനെ സംസാരിക്കുന്നത്, നീ തമാശ പറയാണോ എന്ന് ചോദിക്കുമ്പോൾ ഇവള് അവനോട് വളരെ ദേഷ്യപ്പെട്ട് നിനക്കെന്താ പറഞ്ഞാൽ മനസ്സിലാവില്ലേ, എനിക്ക് നിന്നെ വിവാഹം കഴിക്കാൻ ഒരു താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് പോകുന്നു. പക്ഷെ ഇവളുടെ മനസ്സിൽ എന്ത് സന്തോഷത്തിലും ദുഃഖത്തിലും നമ്മൾ എന്നും ഒരുമിച്ച് തന്നെ ജീവിക്കും എന്നാണ്. പക്ഷെ ഇവനെ ഇപ്പൊ കൂടുതൽ വെറുപ്പിക്കേണ്ടത് ഇവളുടെ ആവശ്യമാണല്ലോ. അതുകൊണ്ട് തന്നെ അതിനായിട്ട് അവരുടെ കൂട്ടത്തിൽ തന്നെയുള്ള ഒരു പയ്യനെ കുറച്ച് പൈസ കൊടുത്തിട്ട് ഇന്ന് നൈറ്റ് എന്നോടൊപ്പം ചെലവിടാൻ പറഞ്ഞിട്ട് അവനെ ഫൂയാന്റെ മുന്നിൽ വെച്ച് തന്നെ കൂട്ടിക്കൊണ്ടു പോകുന്നു. പക്ഷെ ഫൂയാന് അതൊന്നും താങ്ങാനേ ആവുന്നില്ല. അതുകൊണ്ട് തന്നെ അവന് ഇവളുടെ പിറകെ ചെന്ന് നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ സംസാരിച്ച് തീർക്കാം എന്ന് പറഞ്ഞ് ചെല്ലുമ്പോൾ ഇവള് എന്നെ നീ ഫോളോ ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട് പോകുന്നു. എങ്കിലും ഫൂയാനും വിട്ടുകൊടുക്കുന്നില്ല. അവളുടെ വണ്ടിയുടെ പിറകെ ഇവനും വണ്ടി എടുത്ത് ചെല്ലുന്നു. ഫൂയാനും ഇവളെ ഫോളോ ചെയ്ത് ഇവളുടെ വീട്ടിലേക്ക് ചെല്ലുന്നുണ്ടെങ്കിലും ഇവള് അവനെ അവോയ്ഡ് ചെയ്യുന്നു. അവനോട് സംസാരിക്കാൻ പോലും തയ്യാറാവുന്നില്ല. അതിനുശേഷം ഇവളോടൊപ്പമുള്ള ആ ഒരു പയ്യനെയും കൂട്ടി അവനെ കാണിക്കാൻ വേണ്ടി ഇവളുടെ വീട്ടിലേക്ക് വരികയും ചെയ്യുന്നു. പക്ഷെ ഈ ഒരു പയ്യൻ വന്ന് ഇവളെ ഒന്ന് പിടിക്കാൻ നോക്കുന്നുണ്ട്. പക്ഷെ സാക്ഷി നല്ലത് കൊടുത്തിട്ട് അവനോട് അവിടെ നിന്ന് ഇറങ്ങി പോകാനായിട്ട് പറയുന്നു. അതിനുശേഷം അവളുടെ റൂമിൽ അവിടുത്തെ സെർവന്റിനോടും അവരുടെ ഹസ്ബൻഡിനോടും സ്റ്റേ ചെയ്തോളാൻ പറഞ്ഞിട്ട് ഇവള് ഗസ്റ്റ് റൂമിലേക്ക് വരുന്നു. അപ്പോഴും ഫൂയാൻ അവിടെ നിന്ന് പോയിട്ടുണ്ടായിരുന്നില്ല. പുറത്തു നല്ല മഴയും ഇടിയൊക്കെ തന്നെയുണ്ട്. അപ്പോഴും ഫൂയാൻ അവിടെ തന്നെ നിൽക്കാണ്. ഇവൾക്കും അത് കണ്ട് ഒട്ടും തന്നെ താങ്ങാനാവുന്നില്ല. അതുകൊണ്ട് തന്നെ അവനെ അവിടെ നിന്ന് എങ്ങനെയെങ്കിലും പറഞ്ഞു വിടാനായിട്ട് ഇവളെ ഡ്രസ്സൊക്കെ മാറ്റി ലിപ്സ്റ്റിക് എടുത്ത് ഇവളോട് ആ ഒരു പയ്യൻ ഒരുമിച്ച് ചെലവിട്ടു എന്ന് കാണിക്കാനായിട്ട് മാർക്കൊക്കെ ഉണ്ടാക്കി ഫൂയാന്റെ അടുത്തേക്ക് ചെല്ലുന്നു. എന്നിട്ട് അവനെ ഇറിറ്റേറ്റ് ചെയ്യുന്ന രീതിയിൽ കണ്ടില്ലേ, ഇത് നോക്കുന്നേ, ഇനിയും നീ എന്തിനാ നിൽക്കുന്നത്, ഞാനിതെല്ലാം നിന്നോട് ഒരു തമാശയ്ക്ക് വേണ്ടിയിട്ടാ ചെയ്തതെന്ന് പറഞ്ഞില്ലേ, പിന്നെ എന്നാ വിശ്വാസമാവാത്തത് എന്ന് ചോദിക്കുമ്പോൾ ഫൂയാൻ അതിന് മാത്രം ഞാൻ നിന്നോട് എന്ത് തെറ്റാ ചെയ്തത്, നീ അതെങ്കിലും ഒന്ന് പറയാനായിട്ട് പറയുന്നു. പക്ഷെ ഇവൾക്ക് അങ്ങനെയൊന്നും പറയാനില്ലല്ലോ. അതുകൊണ്ട് തന്നെ എനിക്ക് പറഞ്ഞ കാര്യം തന്നെ വീണ്ടും പറയാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് പോകുന്നു. എങ്കിലും അപ്പോഴും അവൻ അവിടെ നിന്ന് പോയിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് രാവിലെയാണ് കാണുന്നത്. ഇവളും മയങ്ങി എഴുന്നേറ്റ് ഫൂയാൻ അവിടെ ഉണ്ടോ എന്ന് നോക്കുന്ന സമയത്ത് അവൻ അവിടെ ഉണ്ടായിരുന്നില്ല. അവൻ അവിടെ നിന്ന് പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവള് ഇതിനൊക്കെ പിന്നിൽ പ്രവർത്തിച്ചത് ആരാണെന്ന് കണ്ടുപിടിച്ചിട്ട് തീർച്ചയായും നമ്മളൊരു സമാധാനമുള്ള ലൈഫ് ജീവിക്കും എന്ന് മനസ്സിൽ പറയുന്നു. അവളുടെ പ്രധാന ആവശ്യം ഇപ്പോ ആ ഒരു കില്ലർ ആരാണ് എന്ന് കണ്ടെത്തുകയാണല്ലോ. പിന്നീട് നമ്മൾ കാണുന്നത് ഇപ്പോ സാക്ഷിയുടെ വീട്ടില് ഒരു മീറ്റിംഗ് പോലെ നടക്കുകയാണ്. ഇവളുടെ ഫാമിലി നെയിം ഷെൻഫ
ഫാമിലി എന്നാണ്, ഒരു റിച്ച് ആയിട്ടുള്ള ഫാമിലി തന്നെയാണ്. അപ്പോ അവിടെ തന്നെ ഇവളുടെ അച്ഛന്റെ ഫ്രണ്ട് ആയിട്ടുള്ള ഗു ഫാമിലിയിലെ സിഒയും അയാളുടെ മകനും ഒക്കെ തന്നെ ഉണ്ട്. അവരുടേതും സാക്ഷിയുടെ ഫാമിലി പോലെ തന്നെ വലിയ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരാണ്. അങ്ങനെ ഇപ്പൊ ഇവരുടെ കുറച്ച് പ്രോപ്പർട്ടീസും കാര്യങ്ങളൊക്കെ നമ്മുടെ സാക്ഷിയുടെ അച്ഛനെ ഏൽപ്പിച്ചിട്ട് സാക്ഷിയെ ഇവന് വിവാഹം ചെയ്ത് കൊടുക്കാനായിട്ട് ആവശ്യപ്പെടുന്നു. ഇവളുടെ അച്ഛനൊരു അത്യാഗ്രഹി ആയതുകൊണ്ട് തന്നെ അയാളും വലിയൊരു റിച്ച് ആയിട്ടുള്ള പേഴ്സൺ ആണ്, പക്ഷെ നല്ല ആർത്തിയാണ്. അതുകൊണ്ട് തന്നെ അത് വാങ്ങി വെച്ചിട്ട് ഏതാണ്ട് ഇവരുടെ വിവാഹം ഉറപ്പിച്ച പോലെ തന്നെ സംസാരിക്കുന്നു. അവിടെ തന്നെ നമ്മുടെ സാക്ഷിയുടെ ചേച്ചിയും അവളുടെ ഹസ്ബൻഡും ഉണ്ട്. ചേച്ചിയുടെ പേര് ഷെൻസി എന്നാണ്, ഇയാളുടെ പേര് സീച്ചൻ. എന്നാൽ അപ്പോഴേക്കും സാക്ഷി അങ്ങോട്ടേക്ക് വന്ന്, നിങ്ങൾ എന്ത് നല്ല അച്ഛനാ, മകളെ ചോദിച്ച വിലയ്ക്ക് തന്നെ കച്ചവടം ആക്കിയല്ലേ എന്ന് ചോദിക്കുമ്പോ അച്ഛൻ, ഞാനിതെല്ലാം നിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടല്ലേ ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഇവളുടെ ചേച്ചിയും അച്ഛനോട് എതിർക്കാനൊന്നും പോകണ്ട എന്ന് പറയുന്നു. അപ്പൊ ഈ ഒരു പയ്യൻ, അവന്റെ പേര് അലക്സ് എന്നാണ്. അവന് ഇവളും ഫൂയാനും തമ്മിൽ റിലേഷൻഷിപ്പ് ആണ് എന്ന കാര്യങ്ങളൊക്കെ തന്നെ അറിയാം. അതുകൊണ്ട് തന്നെ ഇവളോട്, നീ അവനെ മറക്കുകയാണെങ്കിൽ ഞാനും എല്ലാം മറക്കാൻ തയ്യാറാണ് എന്ന് പറയുന്നു. അവന് നല്ല താല്പര്യം ഇവളോടുണ്ട്. ഇവളുടേതും ഒരു റിച്ച് ആയിട്ടുള്ള ഫാമിലി തന്നെയാണല്ലോ, സോ ആ ഒരു രീതിയിൽ. പക്ഷെ ഫൂയാൻ അത്ര റിച്ച് ഒന്നും അല്ല. ഫൂയാന്റെയും ഇവളുടെയും റിലേഷൻഷിപ്പിന്റെ കാര്യങ്ങളൊക്കെ വീട്ടിലൊക്കെ അറിയാം, പക്ഷെ അവർക്കത് അത്ര സമ്മതമല്ല. കാരണം ഫൂയാൻ ഒരു റിച്ച് ആയിട്ടുള്ള പേഴ്സൺ അല്ല. അവന്റേതായ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. എന്നിരുന്നാൽ പോലും അവനോട് ഇവർക്കെല്ലാം ഭയങ്കര പുച്ഛമാണ്. അതുകൊണ്ട് തന്നെ അവനിപ്പോ കളിയാക്കി ചിരിക്കുന്നു. പക്ഷെ അതൊന്നും തന്നെ സാക്ഷി ഇഷ്ടപ്പെടുന്നില്ല. എങ്കിലും ഇതില് ആരോ ഒരാളാണ് തന്നെ ചതിച്ചതെന്ന് ഇവൾക്കറിയാം. പക്ഷെ ആരാണെന്ന് ഇവൾക്ക് മനസ്സിലാവുന്നില്ല. അതിനി ഈ അലക്സ് ആയിരിക്കോ എന്ന് വരെ ഇവൾക്ക് സംശയം വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവൾ ആ ഒരു വിവാഹത്തിന് സമ്മതമാണ് എന്ന് അലക്സിനോട് പറയുന്നു. കാരണം ഇവരുടെ വിവാഹം നടക്കാൻ പോവുകയാണ് എന്നറിഞ്ഞാല് ആ ദിവസം എന്തായാലും അന്ന് ഇവരെ കൊല്ലാൻ ശ്രമിച്ച ആ ഒരു വ്യക്തി വീണ്ടും പ്രത്യക്ഷപ്പെടും. അത് ആരാണെന്ന് ഇവൾക്ക് അറിയാനും സാധിക്കും. അങ്ങനെ ഒരാളെ പ്രത്യക്ഷപ്പെട്ടില്ലെങ്കിൽ അതിനർത്ഥം അലക്സ് ആയിരിക്കും ആ വ്യക്തി എന്നാണ്. മുന്നത്തെ ലൈഫിലും ഇവളോട് താല്പര്യം ഉണ്ടായിരുന്നു, പക്ഷെ ഇവനെ റിജക്ട് ചെയ്തതാണ്. സോ അതിന്റെ ബേസിൽ അങ്ങനെ ചെയ്തതും ആയിരിക്കാമല്ലോ. അതുകൊണ്ട് തന്നെ ഇവള് ആ ഒരു വിവാഹത്തിന് സമ്മതിച്ച് ഇപ്പോ ഇവരുടെ ആ ഒരു വിവാഹ ദിവസം വന്നെത്തിയിരിക്കുകയാണ്. ഇവളും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ആ ഒരു കല്യാണത്തിന് വേണ്ടി. എന്നിട്ട് ഇവൾ ആ ഒരു കല്യാണത്തിൽ പങ്കെടുക്കുന്ന ആളുകളുടെ ലിസ്റ്റ് മുഴുവൻ പരിശോധിക്കുന്നു. അതിലൊന്നും ഇവൾക്ക് ഡൗട്ട് വരുന്ന രീതിയിൽ ആരുടെയും പേര് കാണാൻ സാധിക്കുന്നില്ല. അവിടെ തന്നെ ഇവളുടെ ചേച്ചിയായിട്ടുള്ള ഷെൻസി ഉണ്ട്. അപ്പോ ഇവളിട്ടിരിക്കുന്ന ഡ്രസ്സിനേക്കാൾ മറ്റൊരു ഡ്രസ്സ് നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഷെൻസി വേറൊരു ഗൗൺ എടുത്ത് ഇവളെ കാണിക്കുന്നു. അത് ഇവൾക്കും ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട്. ആ ഡ്രസ്സാണ് ഇവളുടെയും ഫൂയാന്റെയും വിവാഹത്തിന് ധരിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ അത് അവനുമായിട്ടുള്ള വിവാഹത്തിന് മാത്രമേ ധരിക്കൂ എന്ന കാരണം കൊണ്ട്, ഇല്ല എനിക്ക് ഈ ഡ്രസ്സ് മതി എന്ന് പറഞ്ഞിട്ട് അവളും വിവാഹ വേദിയിലേക്ക് പോകാൻ തുടങ്ങുന്നു. പക്ഷെ അപ്പോഴേക്കും ഫൂയാൻ ഈ വിവരങ്ങളൊക്കെ അറിഞ്ഞ് അങ്ങോട്ട് എത്തിയിരിക്കുകയാണ്. നീ എന്നെ മാത്രമല്ല വിവാഹം കഴിക്കുന്നു പറഞ്ഞത്, ഇപ്പൊ നീ എന്തിനാ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഇവള് അവനെ ഇവിടെ കണ്ട് നല്ല രീതിയിൽ ഷോക്ക് ആവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവനോട്, ഞാൻ നിന്നോട് പലതവണ പറഞ്ഞതാണ് എനിക്ക് നീ ഒരു ടൈം പാസ് മാത്രമായിരുന്നു എന്ന്. എന്റെ ഹസ്ബൻഡ് ആവാൻ പോകുന്നത് അലക്സ് ആണ്, കോടീശ്വരനായിട്ടുള്ള സോങ് ഫാമിലിയുടെ അവകാശി. അതുകൊണ്ട് തന്നെ നീ ആയിട്ടുള്ള ഒരു ബന്ധത്തിന് എനിക്കിനി താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് ഇവൾക്ക് ഇവനോട് ഒരു അടുപ്പവും ഇല്ല എന്ന് തോന്നിപ്പിക്കുന്ന വിധമാണ് സംസാരിക്കുന്നത്. കാരണം അവിടെ നിൽക്കുന്നവരുടെ കൂട്ടത്തിൽ ആരെങ്കിലും ആണോ ഇവളുടെ ശത്രു എന്ന് ഇവൾക്ക് അറിയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഇവൾ അവനെ അവോയ്ഡ് ചെയ്തിട്ട് അവിടെ നിന്ന് പോകുന്നു. പക്ഷെ ഇവള് കാറിൽ കയറിയിട്ട് ഇനി ഇവൾക്കൊരു തിരിച്ചുവരവ് ഇല്ല എങ്കിൽ ഇവനോട്, നീ നിന്റെ കരിയർ ഫോക്കസ് ചെയ്യണം, നീ കൂടുതൽ സ്ട്രോങ് ആയിട്ടുള്ള പേഴ്സൺ ആവണം, എന്നെ സ്നേഹിക്കുന്ന ഒരു പെൺകുട്ടിയെ നീ വിവാഹം കഴിക്കണം എന്നെല്ലാം തന്നെ കാറിലിരുന്ന ഇവളവനോട് ഇവൻ പുറകെ ഓടി വരുമ്പോ പറയുന്നുണ്ട്. ഇവള് ഒരു രണ്ടും കെട്ട കളിയാണല്ലോ കളിക്കാൻ പോകുന്നത്. അങ്ങനെ അതിനുശേഷം സാക്ഷി വീണ്ടും അവള് ലാസ്റ്റ് മരിച്ച ആ ഒരു റൂമിലേക്ക് എത്തിയിരിക്കുകയാണ്, ആ ഒരു ഹോട്ടൽ മുറിയിലേക്ക്. ആ ഒരു ഹോട്ടലിൽ വെച്ചാണ് ഇവരുടെ വിവാഹം നടക്കാനായിട്ട് പോകുന്നത്. ഇപ്പൊ ഇവളെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു റൂമിലേക്ക് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇവള് അവിടെയുള്ള ചെടിയിലേക്ക് ഫിൽ ചെയ്ത് വെച്ചിരിക്കുന്ന വെള്ളമെല്ലാം തന്നെ എടുത്ത് മാറ്റുന്നു. അതുവല്ല ഓയിലോ മറ്റെന്തെങ്കിലും ആണോ എന്ന് അറിയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് പക്ഷെ കുറച്ച് കഴിയുമ്പോഴേക്കും ഇവളുടെ സിസ്റ്റർ ആയിട്ടുള്ള ഷെൻസി അങ്ങോട്ടേക്ക് വന്ന്, നീ ടെൻഷനൊന്നും അടിക്കണ്ട, കൂൾ ആയിട്ടിരിക്കുക, ഇന്നാ ഇതിപ്പോ കഴിക്ക്, ഫുഡ് കിട്ടുമ്പോ കുറച്ച് താമസിക്കും എന്ന് പറഞ്ഞിട്ട് ഒരു ഡിഷ് ഇവൾക്ക് കഴിക്കാനായിട്ട് കൊണ്ടുവന്ന് കൊടുത്തിട്ട് അവൾ അവിടെ നിന്ന് പോകുന്നു. ആ ഒരു ഡിഷ് സാക്ഷിയും വാങ്ങി കഴിക്കുന്നു. പക്ഷെ കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ ഇവളുടെ ബോധം പോയി ഇവളെ വീഴുന്നു. പിന്നീട് ഇവളുടെ കഴിഞ്ഞ ആ ഒരു ലൈഫില് എന്താണോ സംഭവിച്ചത് അത് തന്നെയാണ് ഇപ്പൊ വീണ്ടും സംഭവിക്കാനായിട്ട് പോകുന്നത്. ആ ഒരു കില്ലർ വീണ്ടും ഇവളുടെ അടുത്തേക്ക് വരുന്നു. ഇവൾക്ക് ബോധം പോയി കിടക്കുന്നത് കൊണ്ട് തന്നെ ഒരു ചെറിയ നിഴല് മാത്രമാണ് ഇയാളുടെ ഇത് കാണാൻ സാധിക്കുന്നത്. മുഖമൊന്നും വ്യക്തമല്ല. അയാളപ്പോ മാസ്ക് ഒന്നും ധരിച്ചിട്ടില്ല. സോ ഇയാള് നേരെ വന്ന് ഇവളുടെ ചുറ്റിനും പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തിയിട്ട്, നീ എന്തിനാ വിവാഹം കഴിക്കുന്നത് എന്ന് വീണ്ടും ഇവളോട് ചോദിച്ചിട്ട് അവിടെ നിന്ന് പോകുന്നു. സോ ഇപ്പൊ വീണ്ടും അവിടെ ഫുള്ള് തീ പടർന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അപ്പോഴേക്കും ആ ഒരു വിവാഹം നടക്കുന്ന സ്ഥലത്തേക്ക് നമ്മുടെ ഫൂയാനും അവന്റെ ഒരു ഫ്രണ്ട് ആയിട്ടുള്ള ജിയാനും കൂടി എത്തുന്നു. പക്ഷെ അപ്പോഴും ഫൂയാൻ വളരെ സങ്കടത്തിലാണ്. എന്തെങ്കിലും ഒരു ഹോപ്പ് ഉണ്ടെങ്കിലോ എന്ന് കരുതിയാണ് അവൻ ഇവിടം വരെ വന്നത്. അതിന് കാരണം
കാരണം ഇവൻ ആകെ ഉണ്ടായിരുന്നത് ഒരു മുത്തശ്ശിയാണ്. ആ മുത്തശ്ശി മരിച്ച സമയത്ത് ഇവന് സ്വന്തം എന്ന് പറയാനായിട്ട് ഉണ്ടായിരുന്നത് സാക്ഷി മാത്രമാണ്. ഇവളെ തന്നെയാണ് ആ ഒരു വാക്ക് ഇവന് കൊടുക്കുന്നതും അവന്റെ ഫാമിലി ആയിട്ട് എന്നും കൂടെ കാണുമെന്ന്. പക്ഷെ ഇപ്പൊ ഇങ്ങനെയൊക്കെ ആയതുകൊണ്ട് തന്നെ ഇവൻ വളരെ സങ്കടത്തിലാണ്. അങ്ങനെ ഇവന്റെ സങ്കടം കണ്ട് ജിയാനും വണ്ടിയിലുണ്ടായിരുന്ന ഇവന്റെയും സാക്ഷിയുടെയും ഫോട്ടോ എടുത്ത് വെളിയിലേക്ക് കളയാനായിട്ട് തുടങ്ങുന്നു. അപ്പൊ ഫൂയാൻ വളരെ ദേഷ്യപ്പെട്ട് അവളോട് അത് തിരിച്ചു വെക്കാനായിട്ട് പറയുന്നു. ഇവൾക്ക് എന്തോ ഒരു താല്പര്യം ഇവനോടുള്ളത് പോലെ. എന്നാൽ അപ്പോഴേക്കും ഫൂയാൻ സാക്ഷിയുടെ ആ ഒരു വെടി നടക്കാൻ പോകുന്ന ബിൽഡിംഗിൽ നിന്ന് തീ പിടിച്ച് അവിടെ പുക വീഴുന്നത് കാണുന്നു. ഉടനെ തന്നെ ഇവൻ വേറെ ഒന്നും നോക്കുന്നില്ല, പെട്ടെന്ന് തന്നെ അങ്ങോട്ടേക്ക് ഇറങ്ങി ഓടുന്നു. അപ്പൊ ഇവള് ഇവിടെ എഴുന്നേൽക്കാൻ പോലും വയ്യാത്ത അവസ്ഥയിൽ കിടക്കാണ്. അവളുടെ കൈയൊക്കെ തന്നെ അയാളെ കെട്ടിവെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവൾക്ക് ഒന്നിനും പറ്റുന്നില്ല. അങ്ങനെ ഫൂയാൻ ഓടിക്കൊണ്ട് വന്ന് മുകളിലോട്ട് കയറിപ്പോകാൻ തുടങ്ങുന്നുണ്ടെങ്കിലും താഴെയുള്ള ഇവരാരും സമ്മതിക്കുന്നില്ല. അവിടെ തീ പിടിച്ചിരിക്കുകയാണ് എന്നിവൻ പറയുന്നുണ്ടെങ്കിലും അത് അലക്സിന്റെ ഹോട്ടലാണ്. അവിടെ ഫുള്ള് സെക്യൂർ ആയിട്ടുള്ള ഏരിയ ആണ്. അതുകൊണ്ട് തീ പിടിക്കാനൊന്നും ഒരു സാധ്യതയില്ല എന്ന് പറഞ്ഞ് ഇവൻ പറയുന്നത് ഇവരാരും തന്നെ വിശ്വസിക്കുന്നില്ല. അകത്തോട്ട് കയറ്റിയും വിടുന്നില്ല. എന്നാൽ അപ്പോഴേക്കും മുകളിലുള്ള ആളുകളൊക്കെ തീ പിടിച്ചിരിക്കുന്നത് അറിഞ്ഞ് അവിടെ നിന്ന് ഓടി താഴോട്ട് ഇറങ്ങി വരുന്നു. അത് കേൾക്കുമ്പോൾ ഇവർക്കൊക്കെ വിശ്വാസമാവുന്നു. ഇതെങ്ങനെയാ സംഭവിച്ചത് എന്ന് ചോദിക്കുമ്പോൾ അലക്സിന് മറുപടിയില്ല. ഇവരാരും തന്നെ മുകളിൽ ഡേഞ്ചർ ആയിട്ടുള്ള അവസ്ഥയിലാണ് എന്ന് മനസ്സിലാക്കി അങ്ങോട്ടേക്ക് പോകാൻ തയ്യാറാവുന്നില്ല. പക്ഷെ ഫൂയാൻ എല്ലാവരെയും തള്ളിക്കളഞ്ഞിട്ട് മുകളിലേക്ക് കയറി ഓടുന്നു. അപ്പോൾ സാക്ഷി ഇവിടെ അവളുടെ കയ്യിലുള്ള ആ ഒരു കെട്ടഴിക്കാൻ മാക്സിമം ശ്രമിക്കുന്നു. കാരണം ഇവളുടെ തലയിലുള്ള ആ ഒരു നെറ്റില് തീ പിടിച്ചിരിക്കുകയാണ്. എങ്ങനെയൊക്കെയോ ഇവൾ ആ ഒരു കെട്ടഴിച്ച് എഴുന്നേറ്റ് അത് വലിച്ചെറിഞ്ഞിട്ട് റൂമിന്റെ വെളിയിലേക്ക് പോകാൻ തുടങ്ങുന്നു. പക്ഷെ ഡോറ് ലോക്കാണ്. ഇവൾക്ക് ഇപ്പോൾ ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടേ പറ്റൂ. കാരണം ആ ഒരു കൊലയാളിയെ കണ്ടുപിടിക്കാൻ കിട്ടിയ ഒരു ചാൻസ് ആണല്ലോ ഇവളുടെ രണ്ടാമത്തെ ലൈഫ്. അതുകൊണ്ട് തന്നെ ഇവള് പെട്ടെന്ന് അവിടുത്തെ ബാൽക്കണി വഴി എങ്ങനെയെങ്കിലും താഴേക്ക് ഇറങ്ങാം എന്ന ലക്ഷ്യത്തോടു കൂടി ഒരു തുണി എടുത്ത് ഇവളുടെ കയ്യിലും കെട്ടി ഇവിടെയും കെട്ടിയിട്ട് താഴേക്ക് എടുത്ത് ചാടാനായിട്ട് ഒരുങ്ങുന്നു. അപ്പോഴും ഫൂയാന് സാക്ഷിയുള്ള ആ ഒരു റൂം കണ്ടെത്താനായിട്ടില്ല. അങ്ങനെ ഇപ്പൊ ഇവളെ പയ്യെ അവിടെ നിന്ന് ഇറങ്ങുന്ന വഴിക്ക് ആ ഒരു തുണി വലിയ കട്ടിയൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ അത് കീറാനായിട്ട് തുടങ്ങുന്നു. എന്നാൽ കറക്റ്റ് സമയം തന്നെ ഫൂയാൻ ആ ഒരു റൂം കണ്ടുപിടിച്ച് ഡോറ് എങ്ങനെയൊക്കെയോ ചവിട്ടി പൊളിച്ച് പെട്ടെന്ന് തന്നെ ഇവളുടെ ആ ഒരു തുണിയുടെ അറ്റത്ത് പിടിക്കുന്നു. അതുകൊണ്ട് തന്നെ ജസ്റ്റ് മിസ്സിൽ ഇവളെ താഴെ വീഴുന്നില്ല. പക്ഷെ ഇവനെ ഇവളെ രക്ഷപ്പെടുത്തി കഴിഞ്ഞാൽ അത് ഇവനെ വീണ്ടും അപകടത്തിലാക്കും. അതുകൊണ്ട് തന്നെ ഇവനോട് എന്നെ വിട്ടേക്ക് എന്ന് പറയുന്നുണ്ടെങ്കിലും ഇവൻ വിടുന്നില്ല. പക്ഷെ ഇവനെ സേഫ് ആക്കാൻ വേണ്ടി ഇനിയും ഞാൻ നിന്റെ കൂടെ നിന്നാല് ശരിയാവില്ല എന്ന് ഉറപ്പിച്ചിട്ട് ഇവളുടെ കയ്യിലുള്ള ആ ഒരു കെട്ടിവള് അഴിക്കുന്നു. അവളെ താഴെ വീണ ചിന്നിച്ചിതറും. പക്ഷെ ഇവളുടെ കയ്യിൽ പെട്ടെന്ന് തന്നെ ഫൂയാൻ പിടിക്കുന്നത് കൊണ്ട് അവളെ താഴെ വീഴുന്നില്ല. ഞാൻ അങ്ങനെ നിന്നെ മരണത്തിന് വിട്ടുകൊടുക്കില്ല എന്ന് പറഞ്ഞിട്ട് അവളെ പിടിച്ച് വലിച്ചു കയറ്റി രക്ഷപ്പെടുത്തുന്നു. ഇവന്റെ കൈയൊക്കെ തന്നെ നല്ലതുപോലെ മുറിഞ്ഞിട്ടുണ്ട്. അത് കണ്ട് ഇവള് എന്തിനാ എന്നെ രക്ഷപ്പെടുത്തിയത് എന്ന് ചോദിക്കുമ്പോ നമ്മൾ പരസ്പരം പ്രോമിസ് ചെയ്തതൊന്നും ഇതുവരെ നടന്നിട്ടില്ല, പിന്നെ എങ്ങനെയാ നീ മരിക്കുന്നത്? അങ്ങനെ എനിക്ക് നിന്നെ വിട്ടുകൊടുക്കാൻ പറ്റോ എന്ന് ചോദിച്ച് അവൻ ഇവളെ പെട്ടെന്ന് ചേർത്ത് പിടിക്കുന്നു. അവന്റെ ആ ഒരു സ്നേഹവും കെയറിങ്ങും കാണുമ്പോൾ പിന്നീട് ഇവൾക്കും ഇവളെ പിടിച്ചു നിർത്താനാവുന്നില്ല. ഇവളും അവനെ കെട്ടിപ്പിടിച്ച് കരയാണ്. അതിനുശേഷം ഇവൻ ഇവളെയും തൂക്കിയെടുത്തുകൊണ്ട് താഴേക്ക് വരുന്നു. അത് കണ്ട് എല്ലാവരും ഷോക്കാവുന്നു. അപ്പോ ഇവളുടെ ചേച്ചിയുടെ ഹസ്ബൻഡ് ആയിട്ടുള്ള ഇയാള് നിനക്കൊന്നും പറ്റിയില്ലേ എന്ന് ഇവളോട് ചോദിക്കുന്നു. അപ്പോ ഇയാളുടെ ചോദ്യം കേട്ട് സാക്ഷി ചേട്ടന്റെ ചോദ്യം കേട്ടാല് എനിക്ക് എന്തെങ്കിലും പറ്റണമെന്ന് ആഗ്രഹിച്ചതുപോലെ ഉണ്ടല്ലോ എന്ന് ചോദിക്കുമ്പോ അച്ഛൻ ഇവളോട് നീ എന്തൊക്കെയാ മോളെ പറയുന്നത് എന്ന് ചോദിക്കുമ്പോ സീച്ചനും അല്ല നിന്നെ പെട്ടെന്ന് കണ്ടപ്പോ ആ ഒരു ഷോക്കിൽ ഞാൻ ചോദിച്ചു പോയതാ, നീ ഓക്കെ അല്ലേ എന്ന് ചോദിച്ചിട്ട് അയാള് ഫൂയാനോടും ഇവളെ രക്ഷപ്പെടുത്തിയതില് താങ്ക്സ് പറയുന്നു. അപ്പൊ അലക്സ് നീ എന്റെ വൈഫിനെ രക്ഷപ്പെടുത്താറായോ എന്നാണ് ചോദിക്കുന്നത്. അത് കേട്ട് ഫൂയാൻ വൈഫോ? ആരുടെ വൈഫ്? നീ ഇവളെ ഇതുവരെ കല്യാണം കഴിച്ചിട്ടില്ല. ഇവളെ കല്യാണം കഴിക്കാൻ മാത്രമുള്ള യോഗ്യതയൊന്നും നിനക്കില്ല. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ നീ ഇപ്പൊ നിന്റെ ഹോട്ടലിൽ എന്തെങ്കിലും പറ്റുമെന്ന് നോക്കാൻ ഓടില്ലായിരുന്നു എന്ന് പറയുന്നു. അപ്പോ അവിടെ വന്നിട്ടുള്ള ഒരു ഫയർ ഓഫീസറും സംഭവം നടന്ന സ്ഥലത്ത് പെട്രോളിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു, ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണ് എന്ന് പറഞ്ഞിട്ട് പോകുന്നു. പക്ഷെ അവിടെ എങ്ങനെയാണ് പെട്രോൾ വന്നതെന്ന് ഇവർക്ക് ആർക്കും മനസ്സിലാവുന്നില്ല. എങ്കിലും രണ്ട് റിച്ച് ആയിട്ടുള്ള ഫാമിലികൾ തമ്മിൽ ഒന്നിക്കാൻ പോവുകയാണല്ലോ, അതുകൊണ്ട് തന്നെ ആരെങ്കിലും കരുതി കൂട്ടി ചെയ്തതാവാം എന്നാണ് ഇവരെല്ലാം പറയുന്നത്. അച്ഛനും സാക്ഷിയോട് നീ ആരെങ്കിലും കണ്ടായിരുന്നോ മോളെ എന്ന് ചോദിക്കുമ്പോ ഇവള് മുഖം ക്ലിയർ അല്ല, പക്ഷേ അയാള് സിഗരറ്റ് വലിക്കുന്നത് ഏകദേശം ഇയാളെ പോലെ തന്നെയാണ് എന്ന് പറഞ്ഞ് സ്വീച്ചിനെ കാണിക്കുന്നു. പക്ഷെ ഇവളെ പറയുന്നത് ആരും വിശ്വസിക്കുന്നില്ല. ഇവൾക്ക് ആ ഒരു സമയത്ത് ഓർമ്മയില്ലായിരുന്നല്ലോ, ചിലപ്പോ അതുകൊണ്ട് തോന്നിയതായിരിക്കാം. എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയതാവാം, അല്ലാണ്ട് സീച്ചൻ അങ്ങനെയൊക്കെ ചെയ്യോ എന്നാണ് ചോദിക്കുന്നത്. പക്ഷെ അലക്സ് ഈ ഒരു കാര്യം ഫൂയാന്റെ തലയിൽ ഇടാനാണ് നോക്കുന്നത്. അതായത് ഇവൻ ഇങ്ങനെയൊക്കെ പ്ലാൻ ചെയ്ത് സാക്ഷിയെ ഇംപ്രസ് ചെയ്യാനാണ് നോക്കിയത് എന്ന് പറയുമ്പോൾ എല്ലാവരും അതിൽ കയറി പിടിക്കുന്നു. അപ്പോ സാക്ഷി ആദ്യം ഇവിടുത്തെ CCTV പരിശോധിച്ചാലോ എന്താ സംഭവിച്ചതെന്ന് അറിയാലോ എന്ന് പറയുമ്പോൾ അലക്സ് അതിന് CCTV റൂം ഉൾപ്പെടെയാ കത്തി എറിഞ്ഞിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ ഒന്നും കണ്ടെത്താനാവില്ല എന്ന് പറയുന്നു. അപ്പൊ ഇവളും അതങ്ങനെ വരൂന്ന് എനിക്ക് നന്നായിട്ട് അറിയാം, പക്ഷെ പേടിക്കണ്ട, നിങ്ങളുടെയൊക്കെ ക്യാമറ വർക്കിംഗ് അല്ലായിരുന്നെങ്കിലും എന്റെ ക്യാമറ വർക്കിംഗ് ആയിരുന്നു, എന്റെ കയ്യില് അതിന്റെ CCTV ദൃശ്യമുണ്ട് എന്ന് പറഞ്ഞ് ഇവളൊരു വീഡിയോ പ്ലേ ചെയ്ത് കാണിക്കുന്നു. പക്ഷെ അതില് സൗണ്ട് മാത്രമാണുള്ളത്, ദൃശ്യങ്ങളൊന്നും തന്നെയില്ല, ഫുള്ള് ബ്ലാക്ക് ആണ്. ആ ഒരു ക്യാമറ ആരോ മനഃപൂർവ്വം മറച്ചു വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കറക്റ്റ് ആയിട്ട് ആ ഒരു കുറ്റവാളി ആരാണെന്ന് ഇവർക്ക് ആർക്കും തന്നെ മനസ്സിലാക്കാനാവുന്നില്ല. ഇതിൽ ആരാണ് ആ ഒരു ക്യാമറ ഉൾപ്പെടെ കണ്ടുപിടിച്ച് ഓഫ് ചെയ്തതെന്ന് ഇവൾക്ക് മനസ്സിലാവുന്നില്ല. അപ്പൊ ഫൂയാൻ ഇവളോട് നീ വിഷമിക്കേണ്ട, ആ കൊലയാളി ആരായാലും ഞാൻ കണ്ടുപിടിക്കും
എന്ന് പറയുമ്പോൾ പെട്ടെന്ന് സാക്ഷി അതിലോട്ട് വീണ്ടും ഇവനെ വലിച്ചിടാതിരിക്കാനായിട്ട്, അത് മാത്രമല്ല ഇവരൊക്കെ മുന്നിൽ നിൽക്കുകയാണല്ലോ, അതുകൊണ്ട് ഇവനോട് നിങ്ങൾ എന്നെ വലിയൊരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയത് താങ്ക്സ്, പക്ഷെ എനിക്കൊരിക്കലും നിങ്ങളെ സ്വീകരിക്കാനാവില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ കുറച്ച് ടയറാണ്, റെസ്റ്റ് എടുക്കണം എന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്ന് പോകുന്നു. കൂടെ അവളുടെ ഫാമിലിയും. ഫുയാന് വീണ്ടും സാക്ഷി എന്തൊക്കെയാണ് കാണിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. കുറച്ചു നേരം മുന്നേ ഇവനോട് ഇഷ്ടം ഉള്ളതുപോലെയാണല്ലോ അവള് പെരുമാറിയത്. അതിനുശേഷം നമ്മൾ കാണുന്നത് ആ ഒരു കൊലപാതകം ചെയ്യാൻ നോക്കിയത് മറ്റാരുമല്ല, ഇവര് രണ്ടുപേരും കൂടെ തന്നെയാണ്. ഇവർ ഒരുപാട് നാളുകളായിട്ട് സാക്ഷിയെ കൊല്ലാൻ പല പദ്ധതികൾ ഇടുന്നുണ്ട്. കാരണം ഇവരുടെ ഫാമിലി സ്വത്ത് മുഴുവൻ ഷെൻസിക്കും അവളുടെ ഹസ്ബൻഡിനും കിട്ടാനായിട്ട്. ഈ ഷെൻസി സാക്ഷിയുടെ സ്റ്റെപ്പ് സിസ്റ്റർ ഒന്നും അല്ല, സ്വന്തം സിസ്റ്റർ ആണ്. എന്നിട്ടാണ് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്. സോ ഇപ്പോ ഇവരുടെ പ്ലാനിങ് എല്ലാം തന്നെ കൊളവാക്കിയത് ഫൂയാനാണല്ലോ. അതുകൊണ്ട് തന്നെ ഇവരിപ്പോ പുതിയൊരു പദ്ധതി പ്ലാൻ ചെയ്യുന്നു. ഫൂയാനിട്ട് ആദ്യം പണിയാനായിട്ട് ഇവര് തീരുമാനിക്കുന്നു. പക്ഷെ അവര് സംസാരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഇവിടെ സാക്ഷി പുറത്തു നിന്ന് കേൾക്കുന്നുണ്ട്. അവൾക്ക് ഇവരുടെ മുകളിൽ എന്തോ ഒരു ഡൗട്ട് തോന്നിയിട്ടാണ് ഇവരെ ഫോളോ ചെയ്തത്. ഷെൻസി കൊണ്ടുകൊടുത്ത ഫുഡ് കഴിച്ചതിന് ശേഷമാണല്ലോ ഇവൾക്ക് ആ ഒരു മയക്കം സംഭവിച്ചത്. സോ ഇപ്പോ ഇവരെ ഈ റൂമിൽ നിന്ന് മാറ്റാനായിട്ട് ഇവള് ഷെൻസിയെ കോൾ ചെയ്ത് നിന്റെ വണ്ടിക്ക് എന്തോ പറ്റിച്ചെന്ന് നോക്കാനായിട്ട് പറയുന്നു. അതുകൊണ്ട് തന്നെ അവരും പെട്ടെന്ന് താഴേക്ക് പോകുന്നു. അങ്ങനെ അവരവിടെ നിന്ന് പോയതിനു ശേഷം സാക്ഷി അങ്ങോട്ടേക്ക് ചെന്ന് ഇതിന്റെയൊക്കെ പിന്നിൽ പ്രവർത്തിച്ചത് നിങ്ങളായിരിക്കുമെന്ന് ഞാൻ ഒരിക്കൽ പോലും വിചാരിച്ചിട്ടില്ല, നിങ്ങളെ സംശയിക്കാതിരുന്നതാണ് ഞാൻ ചെയ്തു തെറ്റ് എന്ന് പറഞ്ഞ് അവരവിടെ വെച്ച ആ ഒരു വെള്ളത്തിന്റെ ബോട്ടില് ഇവള് മാറ്റുന്നു. അതിനുശേഷം ഇവൾ അവിടെ നിന്ന് പോവാൻ തുടങ്ങുമ്പോഴേക്കും അവിടെ ഫൂയാൻ വീണ്ടും ഇവളെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പൊ ഇവള് നീ വീണ്ടും വന്നോ? ഞാൻ എന്റെ വിവാഹം മാറ്റി വെച്ചിട്ടേ ഉള്ളൂ, അല്ലാണ്ട് ക്യാൻസൽ ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് പോകാൻ തുടങ്ങുമ്പോൾ ഇവനും അവളോടൊപ്പം കാറിലേക്ക് കയറുന്നു. എന്നിട്ട് ഇവളോട് നീ പറയുന്നതൊന്നും എനിക്ക് വിശ്വാസമാവുന്നില്ല, എനിക്കറിയാം നിനക്ക് എന്നെ ഇഷ്ടമാണെന്ന് എന്ന് പറയുമ്പോൾ ഇവള് നേരത്തെ ഇവര് രണ്ടുപേരും സംസാരിച്ച ആ ഒരു കാര്യം ഓർക്കുന്നു. അതായത് ഇവർക്ക് രണ്ടുപേർക്കും അറിയാം ഇപ്പോഴും സാക്ഷിയും ഫൂയാനും ഇഷ്ടം തന്നെയാണ് എന്ന്. അതുകൊണ്ട് തന്നെ അതുപയോഗിച്ച് അവനെ ഈ ഒരു വെള്ളം കൊടുത്ത് അവളുടെ റൂമിലേക്ക് പറഞ്ഞയച്ച് ആ ഒരു സമയം അലക്സിനെ വിളിച്ച് കാണിക്കുകയാണെങ്കിൽ ഈ വിവാഹം ക്യാൻസൽ ആവും എന്നൊരു പദ്ധതിയാണ് ഇവരിട്ടേക്കുന്നത്. അലക്സിന്റേതും വലിയൊരു ഫാമിലി തന്നെ ആണല്ലോ, അതുകൊണ്ട് തന്നെ ഇവനെ കല്യാണം കഴിച്ചാൽ ഇവള് വലിയൊരു കോടീശ്വരിയാവും. സോ ആ ഒരു കാര്യം കൂടിയൊക്കെ വെച്ചിട്ടാണ് ഇവർ ഈ കല്യാണം കൊളന്നോണ്ടാൻ പ്ലാൻ ചെയ്യുന്നത്. അങ്ങനെ ഇപ്പോ സാക്ഷി ഇവൻ ഇങ്ങനെയൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ ഇവനോട് നിനക്ക് ശരിക്കും ഈ പ്രശ്നത്തിൽ ഇടപെടണമെന്ന് ഉറപ്പാണോ എന്ന് ചോദിക്കുമ്പോൾ ഇവനും അതെ എന്ന് പറയുന്നു. അതുകൊണ്ട് തന്നെ ഇവളും ശരി എങ്കിൽ പിന്നെ ഞാൻ നിനക്ക് അതിനുള്ള കാര്യങ്ങൾ പറഞ്ഞു തരാം എന്ന് പറഞ്ഞ് ഇവളുടെ കയ്യിലുള്ള വെള്ളം ഇവനെ ഏൽപ്പിക്കുന്നു. പക്ഷെ ഫൂയാനാണെങ്കിൽ അത് പെട്ടെന്ന് എടുത്തു കൊടുക്കുന്നു. പിന്നീടാണ് ഇവൾ അത് ശ്രദ്ധിക്കുന്നത്. നീ എന്താ ഈ കാണിച്ചത് എന്ന് ചോദിക്കുമ്പോഴേക്കും അവൻ അത് കിക്കാവുന്നു. കാരണം സേച്ചനും ഷെൻസിയും ഡ്രഗ്സ് മിക്സ് ചെയ്ത് വെച്ചിരുന്ന വെള്ളമാണ് ഇവളുടെ കയ്യിലുണ്ടായിരുന്നത്. അത് മാറ്റിയിട്ടാണ് ഇവള് നോർമൽ ആയിട്ടുള്ള ഒരു വെള്ളം അവിടെ വെച്ചത്. സോ ഇപ്പോ ഇവന് അത് തലയ്ക്ക് പിടിക്കുന്നത് കൊണ്ട് തന്നെ ഇവൻ പെട്ടെന്ന് ഇവളെ കിസ് ചെയ്യാനായിട്ട് തുടങ്ങുന്നു. അവളും അത് തടയുന്നില്ല. പക്ഷെ കുറച്ചു കഴിഞ്ഞ് ഇവള് പിടിച്ചു മാറ്റി നീ ഒന്ന് കൺട്രോൾ ചെയ്യാനായിട്ട് പറയുന്നു. അപ്പൊ ഇവനും ഓക്കെ ഞാൻ നിന്നെ എങ്ങനെയാണ് സഹായിക്കേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ ഇവളുടെ ചേച്ചിയും ഹസ്ബൻഡും നേരത്തെ സംസാരിച്ച ആ ഒരു വോയിസ് റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, അത് ഇവനെ കേൾപ്പിക്കുന്നു. എന്നിട്ട് ഇവര് എന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നു. കാരണം നാളെയാണ് അലക്സിന്റെയും ഇവളുടെ വീണ്ടും വിവാഹം നടക്കാനായിട്ട് പോകുന്നത്. പിന്നീട് നമ്മൾ കാണുന്നത് ഷെൻസിയുടെ നിർദ്ദേശപ്രകാരം അവള് പറഞ്ഞയച്ച ആള് ഇപ്പോ ഫൂയാനെ ബോധരഹിതനാക്കി അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരുന്നതാണ്. അവന് ശരിക്കും ബോധമൊന്നും പോയിട്ടില്ല, ബോധമുണ്ട്. പക്ഷെ ഇവരുടെ വിചാരം അവര് കൊടുത്ത് വെള്ളം കുടിച്ച് അവന്റെ ബോധം പോയി എന്നാണ്. അതെല്ലാം തന്നെ ഇവിടെ മറിഞ്ഞു നിന്ന് സാക്ഷിയും കാണുന്നുണ്ട്. എന്നിട്ടിപ്പോ അവിടെ ഫംഗ്ഷൻ നടക്കുന്ന ആ ഒരു ഹോട്ടലിലെ ഒരു മുറിയിലേക്ക് ഇവനെ പ്ലാൻ പ്രകാരം കൂട്ടിക്കൊണ്ട് വന്നിരിക്കുകയാണ്. എന്നിട്ട് ഇവള് സാക്ഷിയെ വിളിച്ച് ഒരു കാര്യമുണ്ട്, നീ പെട്ടെന്ന് എന്റെ റൂമിലോട്ട് വരാനായിട്ട് പറയുന്നു. അങ്ങനെ ഇവളും തയ്യാറായി തന്നെ അങ്ങോട്ടേക്ക് ചെല്ലുന്നു. അപ്പോ സാക്ഷി അങ്ങോട്ടേക്ക് എത്തി എന്ത് പറ്റി ചേച്ചി എന്ന് ചോദിക്കുമ്പോൾ ഞാൻ കാര്യങ്ങളൊക്കെ പറയാം, ആദ്യം നീ കുറച്ച് വെള്ളം കുടിക്കുക എന്ന് പറഞ്ഞിട്ട് ഇവൾക്ക് ഒരു ബോട്ടിലെടുത്ത് വെള്ളം കുടിക്കാനായിട്ട് കൊടുക്കുന്നു. ഇവളും അത് കുടിക്കുന്നു. പക്ഷെ കുറച്ച് കഴിയുമ്പോഴേക്കും ഇവൾക്ക് അത് തലയ്ക്ക് പിടിക്കുന്നു. അപ്പോ ഷെൻസി ഇന്ന് നിന്റെ വിവാഹം നടക്കാൻ പോവുമല്ലേ, പക്ഷേ നിന്നെ ഷെൻ ഫാമിലിയിൽ നിന്ന് തന്നെ ഇന്ന് പുറത്താക്കും, നിന്റെ വിവാഹവും ക്യാൻസൽ ആവും, റിപ്പോർട്ടേഴ്സിനോടൊക്കെ ഞാൻ വരാൻ പറഞ്ഞിട്ടുണ്ട്, ഇപ്പൊ നീ നിന്റെ ഫസ്റ്റ് ലവിനോടൊപ്പം കുറച്ച് സമയം സ്പെൻഡ് ചെയ്യ് എന്ന് പറയുന്നു. ആ സമയം അവള് ബോധം പോയി വീഴുന്നു. എന്നാൽ ഇവിടെ താഴെ എല്ലാവരും വധുവിനെ വെയിറ്റ് ചെയ്ത് നിൽക്കാണ്. ഗസ്റ്റുകളൊക്കെ എത്തിക്കൊണ്ടിരിക്കുന്നു. സമയമായിട്ടും പെണ്ണ് വരാത്തത് കൊണ്ട് അച്ഛൻ റൂമിൽ പോയി തിരക്കാം എന്ന് പറഞ്ഞ് പോകാൻ തുടങ്ങുമ്പോൾ സീച്ചൻ സമ്മതിക്കുന്നില്ല. അങ്ങോട്ട് എന്തിനാച്ചാ പോകുന്നത്, CCTV നോക്കിയാ പോരെ എന്ന് ചോദിക്കുമ്പോൾ അലക്സും അവിടുത്തെ CCTV പരിശോധിക്കുന്നു. അവന്റെ ഹോട്ടൽ തന്നെയാണല്ലോ. അപ്പോ കാണുന്നത് സാക്ഷിയും അതേപോലെ തന്നെ ഫൂയാനും ഒരേ റൂമിലേക്ക് പോയിരിക്കുന്നതാണ്. അത് കണ്ട് ഇവന്റെ ദേഷ്യം വന്ന് എല്ലാവരും വിളിച്ചുകൊണ്ട് ആ ഒരു റൂമിലേക്ക് പോകുന്നു. അവരുടെ കൂടെ തന്നെ മീഡിയാസ് ഉൾപ്പെടെയുണ്ട്. അവര് ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയിരിക്കുന്നത് ഷെൻസിയാണ്. അപ്പൊ ഇവിടെ ഷെൻസി വിചാരിക്കുന്നത് സാക്ഷിയുടെ ബോധം പോയി എന്നാണ്. പക്ഷെ ഇവര് രണ്ടുപേരും എഴുന്നേറ്റിരിക്കുന്നത് കണ്ട് ഇവള് ഷോക്കാവുന്നു. ഇവര് രണ്ടുപേരും ആയിരുന്നില്ല ഡ്രഗ് അടിച്ചത് ഈ ഷെൻസി തന്നെയാണ്. കാരണം ഇവളെ കഴിക്കുന്ന ഒരു മെഡിസിൻ മുന്നേ
തന്നെ നമ്മുടെ സാക്ഷി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അത് മാത്രമല്ല ഈ റൂമിൽ സാക്ഷിക്ക് കൊടുക്കാൻ വേണ്ടി ഷെൻസി പ്രിപ്പയർ ആക്കി വെച്ചിരുന്ന ആ ഒരു ഡ്രഗ് അടങ്ങിയ ഡ്രിങ്ക് അവൾ അങ്ങോട്ട് മാറുന്ന സമയം തന്നെ ഫൂയാൻ മാറ്റിയിട്ടുണ്ടായിരുന്നു. സോ അതൊക്കെ കണ്ട് ഷെൻസി ഇതൊക്കെ നിങ്ങൾക്ക് അപ്പൊ നേരത്തെ അറിയായിരുന്നോ എന്ന് ചോദിച്ച് അവളുടെ ബോധം പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവിടുത്തെ ബാക്കി കാര്യങ്ങളൊക്കെ ഫൂയാനെ ഏൽപ്പിച്ച് സാക്ഷി പുറത്തേക്ക് പോകുന്നു. പക്ഷെ ഇവളുടെ ഉള്ളിൽ ആ ഒരു ഡ്രഗ് ഉള്ളത് കൊണ്ട് തന്നെ ഇവളിപ്പോ ഫൂയാനോട് ക്ലോസ് ആവാൻ നോക്കുകയാണ്. പക്ഷെ ഇവര് തമ്മിൽ ഒരു അടുപ്പമുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇവര് രണ്ടുപേരും ഇവിടെ നിർത്തിയിട്ട് സാക്ഷി പോയത്. അതുകൊണ്ട് തന്നെ അലക്സും ഗ്യാങ്ങും അങ്ങോട്ടേക്ക് വരുന്നത് ഇവന് മനസ്സിലാവുന്നു. എല്ലാരും ഒരു കൂട്ടത്തോടെയാണല്ലോ വരുന്നത്. അതുകൊണ്ട് തന്നെ ഇവളോട് ക്ലോസ് ആയിരിക്കുന്ന പോലെ ഇവനും നിൽക്കുന്നു. ഇവരെല്ലാം വന്ന് ഡോർ ചവിട്ടി തുറന്ന് അകത്തേക്ക് വരുമ്പോ കാണുന്ന കാഴ്ച അനിയത്തിയുടെ കാമുകനോടൊപ്പമുള്ള ചേച്ചിയാണ്. റിപ്പോർട്ടേഴ്സിനൊക്കെ അത് മതിയല്ലോ. അതുകൊണ്ട് തന്നെ അവരെല്ലാരും ഫോട്ടോയും വീഡിയോയും ഒക്കെ പകർത്തുന്നു. അത് കണ്ട് സീച്ചനും ഷോക്കായിട്ട് ഇവളെ വന്ന് തല്ലുന്നു. ഇവളെ ഏൽപ്പിച്ച പണി ഇതല്ലായിരുന്നല്ലോ. അവൾക്ക് അപ്പോഴും ഒരു ബോധവും വന്നിട്ടില്ല. സാക്ഷിയും ആ ഒരു കൂട്ടത്തിൽ മാസ്ക് ഒക്കെ ധരിച്ച് അങ്ങോട്ടേക്ക് അത് കാണാൻ എത്തിയിട്ടുണ്ട്. പക്ഷെ അച്ഛന്റെ ആശ്വാസം അത് സാക്ഷിയല്ല എന്നതാണ്. ആയിരുന്നെങ്കിൽ ഈ ഒരു കല്യാണം തന്നെ മുടങ്ങുമല്ലോ. ഇയാളുടെ ബിസിനസ്സിലും നഷ്ടവും വരും. അയാൾക്ക് അതാണ് വലുത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു കാര്യം ഇപ്പോൾ സംഭവിച്ചത് കൊണ്ട് നമുക്ക് വിവാഹം കുറച്ച് നീട്ടിവെക്കാമെന്ന് ഇയാൾ അലക്സിന്റെ അച്ഛനോട് പറയുന്നു. അലക്സിന്റെ അച്ഛനും ദേഷ്യം വന്നാണ് അവിടെ നിന്ന് പോകുന്നത്. ഇപ്പോ രണ്ടാമതാണല്ലോ ഈ വിവാഹം ഇങ്ങനെ നീട്ടിവെച്ച് പോകുന്നത്. അങ്ങനെ അവരെല്ലാരും അവിടെ നിന്ന് പോയതിനു ശേഷം ഇവള് ഫുയാനെയും കൂട്ടി മറ്റൊരു റൂമിലേക്ക് വന്ന്, അല്ല നീ അവളെ വല്ലതും ചെയ്തായിരുന്നോ, അവസരം മുതലെടുത്തോ എന്ന് ചോദിക്കുമ്പോ അവൻ ചിരിച്ചിട്ട്, നിനക്ക് നന്നായിട്ട് അറിയാം എന്റെ മനസ്സിൽ നീ മാത്രമേ ഉള്ളെന്ന്, പിന്നെ എന്തിനാ ഈ ചോദ്യം എന്ന് ചോദിച്ചിട്ട് ഇവൻ അവളെ കിസ് ചെയ്യുന്നു. അപ്പോ ഇവള് അവനെ പിടിച്ചു മാറ്റിയിട്ട് എനിക്ക് പോയിട്ട് അത്യാവശ്യമുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇവന് ഫേസ് കൊടുക്കാതെ അവൾ അവിടെ നിന്ന് പോകുന്നു. അപ്പോ ഇവനും, നീ എന്നെ കെയർ ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം, പിന്നെ എന്തിനാ നീ എന്നെ ഇങ്ങനെ അവോയ്ഡ് ചെയ്യുന്നത് എന്നാണ്. പക്ഷെ ഇവിടെ ഇവര് നല്ല സ്റ്റണ്ടായിരിക്കാണ്. ഒരു ചെറിയ ടാസ്ക് പോലും നിനക്ക് നേരെ ചൊവ്വ ചെയ്യാൻ അറിയില്ലേ, ഏതവനോടൊപ്പം കിടന്നിട്ട് വന്നിരിക്കുക എന്ന് ചോദിച്ച് സീസൺ വലിയ രീതിയിൽ ബഹളം ഉണ്ടാക്കുന്നു. അതിനുശേഷം ആ ഒരു വാർത്ത ഫുള്ള് വലിയ വൈറലായിരിക്കാണ്. അത് കണ്ട് അച്ഛൻ, നീയൊക്കെ കാരണം ഞാൻ എത്ര നാളുകൊണ്ടുണ്ടാക്കിയ പേരാ ഇല്ലാതായതെന്ന് അറിയോ എന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കുന്നു. അപ്പോ സീച്ചൻ, അച്ഛ ഇവിടെ കിടന്ന് നിങ്ങൾ ബഹളം ഉണ്ടാക്കിയിട്ട് ഒരു കാര്യമില്ല, ഇതിനെല്ലാം കാരണം ആ ഫൂയാനാണ്. അവനാണ് നമ്മുടെ കുടുംബത്തിന്റെ മാന നഷ്ടപ്പെടുത്തി കളഞ്ഞത്. അവൻ നമ്മളോടെല്ലാം പ്രതികാരം ചെയ്യാനാണ് ഇത് ചെയ്തത് എന്ന് പറയുമ്പോൾ അത് കേട്ടുകൊണ്ടിരിക്കുന്ന സാക്ഷി വിട്ടുകൊടുക്കുന്നില്ല. ചേട്ടൻ ആ പറഞ്ഞത് ശരിയല്ല, അവൻ എന്തെങ്കിലും റിവഞ്ച് ചെയ്യണം എന്നുണ്ടായിരുന്നെങ്കിൽ അത് എന്റെ അടുത്ത് ആവാമായിരുന്നു എന്ന് പറഞ്ഞിട്ട് അച്ഛനോട്, അച്ഛ ഇതിന് ചേച്ചിയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, ചേട്ടന് ഇവളെ തൃപ്തിപ്പെടുത്താനായിട്ടുണ്ടാവില്ല, അതുകൊണ്ടാണ് ഇവള് വേറെ ആളുകളെ തേടി പോകുന്നത് എന്ന് പറയുമ്പോൾ സീച്ചന് ദേഷ്യം വരുന്നു. അപ്പൊ അച്ഛനും, ഇവള് പറഞ്ഞത് തന്നെയാ ശരി, സ്വന്തം വൈഫിനെ കൺട്രോൾ ചെയ്യാൻ നിനക്ക് സാധിച്ചില്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ആവും. പിന്നെ ഇന്ന് മുതൽ എന്റെ കമ്പനിയിൽ നിങ്ങൾക്ക് ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാ പൊസിഷൻസും ഞാൻ സസ്പെൻഡ് ചെയ്യാണ്, വീട്ടിലിരുന്നെങ്കിലും എനിക്ക് കുറച്ച് മനസ്സമാധാനം എന്താ എന്ന് പറഞ്ഞിട്ട് അയാൾ ദേഷ്യപ്പെട്ടു പോകുന്നു. ഇവർക്ക് രണ്ടുപേർക്കും ഒന്നും പറയാൻ പറ്റുന്നില്ല. ദേഷ്യം കടിച്ചു പിടിച്ചിരിക്കാണ്. സാക്ഷിയും അവരെ നോക്കി കളിയാക്കി ചിരിച്ചിട്ട് അവിടെ നിന്ന് പോകുന്നു. അതിനുശേഷം ഇവളുടെ റൂമിലേക്ക് വരുമ്പോ അവിടെ അലക്സ് ഇവളും ഫൂയാനും ആയിട്ടുള്ള ഫോട്ടോസ് ഒക്കെ എടുത്തു നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ഇവരെ വിവാഹം കഴിച്ചിട്ടില്ലെങ്കിലും കഴിച്ചതുപോലെയുള്ള ആധിപത്യങ്ങളാണ് അവൻ കാണിക്കുന്നത്. അത് കാണുമ്പോ ഇവള്, നിന്നെ കുറിച്ചുള്ള സത്യങ്ങളൊന്നും എനിക്ക് അറിയില്ലെന്നാണോ നീ വിചാരിക്കുന്നത്? നിന്റെ ചേട്ടന്റെ വൈഫ് തമ്മിലുള്ള റിലേഷൻ എന്താണെന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. അവരിപ്പോ പ്രഗ്നന്റ് ആണ്, അതിന് കാരണം പോലും നീ ആണെന്നും അറിയാം. പക്ഷെ അതൊക്കെ നിന്റെ ചേട്ടൻ അറിഞ്ഞാല് എന്താ സംഭവിക്കാന്ന് അറിയാലോ, ഞാനത് അയാളെ അറിയിക്കട്ടെ എന്ന് ചോദിക്കുമ്പോ ഇവനത് പേടിക്കുന്നുണ്ടെങ്കിലും നിനക്കെന്നെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. നീ ഇപ്പോ ഇതും പറഞ്ഞ് എന്റെ കൂടെയുള്ള വിവാഹത്തിന് സമ്മതിച്ചില്ലെങ്കിൽ തീർച്ചയായും അത് അനുഭവിക്കാൻ പോകുന്നത് നിന്റെ കാമുകൻ തന്നെ ആയിരിക്കും. അവന്റെ വളർന്നുകൊണ്ടിരിക്കുന്ന ആ കമ്പനി ഉടനെ തന്നെ പൊട്ടി പാളീസാവും. അതിനുള്ള പ്ലാനിങ് എല്ലാം ഓൾറെഡി കഴിഞ്ഞോ എന്ന് പറയുമ്പോൾ ഇവൾ അവന് ഒരെണ്ണം കൊടുത്തിട്ട്, നീ പറഞ്ഞതുപോലെ അവൻ എന്തെങ്കിലും സംഭവിച്ചാല് ഞാൻ നിന്നെ വെറുതെ വിടില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നു. അപ്പൊ ഇവരൊക്കെ അങ്ങോട്ട് വന്ന് സാക്ഷിയെ തിരക്കുമ്പോ അവളെ ഫൂയാനെ കാണാൻ പോയെന്ന് അലക്സ് പറയുന്നു. അപ്പോ ആ ഒരു അവസരം മുതലാക്കി ഷെൻസി അച്ഛനോട്, കണ്ടില്ലേ അച്ഛ, ഇതാണ് സത്യം, ഇപ്പോഴെങ്കിലും ഞങ്ങൾ പറയുന്നതൊന്ന് വിശ്വസിക്കുക, അവൾക്ക് ഇപ്പോഴും അവനുമായിട്ട് ബന്ധമുണ്ട് എന്ന് പറയുമ്പോ അച്ഛനും, ഇനി ഒന്നും നോക്കാനില്ല, എന്താന്ന് വെച്ചാൽ നിങ്ങൾ തന്നെ തീരുമാനിക്കാനായിട്ട് പറയുന്നു. അങ്ങനെ ഇവളും അവനുള്ള ആ ഒരു സ്ഥലത്തേക്ക് അവനെ തേടി എത്തുന്നു. പക്ഷെ റൂം അറിയാൻ വയ്യാത്തത് കൊണ്ട് തന്നെ അവള് ഇങ്ങനെ തിരഞ്ഞെടുക്കുമ്പോൾ പെട്ടെന്ന് ഒരു റൂമിൽ നിന്ന് ഇവളെ അകത്തേക്ക് വലിക്കുന്നു. അവിടെ ഫൂയാനും അവന്റെ ഫ്രണ്ട് ആയിട്ടുള്ള ജിയാനും ഉണ്ട്. ഇവന്റെ കമ്പനി കാര്യങ്ങളൊക്കെ ഇവളുടെ ഫാമിലി നശിപ്പിക്കാൻ പോവുകയാണെന്ന് ഇവനും അറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ജിയാൻ ഇപ്പോൾ ഇവളെ കണ്ട്, ഇവള് നിന്നെ കൊടുക്കാനാ വന്നിരിക്കുന്നത്, ഇവളെ വിശ്വസിക്കരുത്, ഇവള് നിന്നെ ചതിക്കും എന്ന് ഫൂയാനോട് വളരെ മോശമായിട്ട് സാക്ഷിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അവൻ ഇവളോട് ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് ഇറങ്ങി പോവാനായിട്ട് പറയുന്നു. അങ്ങനെ ജിയാനും അവിടെ നിന്ന് ഇറങ്ങി പോകുന്നു ദേഷ്യപ്പെട്ട്. അങ്ങനെ ഫൂയാനും ഇവളോട്, നീ എന്നെ രക്ഷപ്പെടുത്താനല്ല ഇങ്ങോട്ട് വന്നത് എന്ന് ചോദിക്കുമ്പോൾ ഇവള് സമ്മതിക്കുന്നില്ല. അല്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇവൻ അത് വിശ്വസിക്കുന്നില്ല. സോ ഇവൻ ഇവളോട് റൊമാൻറ്റിക് ആവാനായിട്ട് തുടങ്ങുന്നു. പക്ഷെ ആ ഒരു സമയത്ത് തന്നെ ഇവരെല്ലാം അങ്ങോട്ടേക്ക് എത്തുന്നു. റൂം കണ്ടെത്തി തുറക്കുമ്പോ അവിടെ ഇവര് രണ്ടുപേരും ഉണ്ടായിരുന്നില്ല. അങ്ങനെ അകത്ത് ഫുള്ള് സെർച്ച് ചെയ്യുമ്പോൾ ബാത്ടബില് ഫൂയാൻ മാത്രമാണ് ഉണ്ടായിരുന്നത്.
പക്ഷെ അവന്റെ പിറകില് തന്നെ ഇവളുകൊണ്ട് അതിവര് കാണുന്നില്ല. സോ അലക്സ് വന്ന് വളരെ ദേഷ്യത്തില് ഫുയാനോട് എന്റെ വൈഫ് എവിടെടാ എന്ന് ചോദിക്കുമ്പോ നിന്റെ വൈഫിനെ നിനക്കറിയില്ലേ, നീ എന്നോടാണോ ചോദിക്കുന്നതെന്ന് ഫുയാൻ തിരിച്ചു ചോദിക്കുന്നു. അപ്പോ ഷെൻസി അത്ര കോൺഫിഡൻസ് ഒന്നും വേണ്ട എന്ന് ഇവനോട് പറയുന്നു. അപ്പോ ഫുയാൻ അവളോട് ഓ നിങ്ങൾ എന്നെ കാണാനായിട്ടാണോ വന്നത്, ഹസ്ബൻഡിനോടൊപ്പമാണോ ഇങ്ങനെയൊക്കെ വരുന്നത്, ഒരു രാത്രി വല്ലതും ചോദിക്കാനാണോ വന്നത് എന്ന് ചോദിക്കുമ്പോ ഇവൾക്ക് നല്ല ദേഷ്യം വരുന്നു. സീച്ചനും ഇവൻ പറയുന്നത് കേട്ട് ദേഷ്യം വന്ന് അവിടെ സാക്ഷി ഇല്ല എന്ന് മനസ്സിലാക്കി ഇവനോട് ഞാൻ നിന്നെ ഒന്ന് കാണുന്നുണ്ടടാ എന്ന് പറഞ്ഞിട്ട് ഇവരെയും കൂട്ടിക്കൊണ്ട് അവിടെ നിന്ന് പോകുന്നു. അങ്ങനെ അവരെല്ലാം അവിടെ നിന്ന് പോയതിന് ശേഷമാണ് ഇവള് വെള്ളത്തിൽ നിന്ന് എഴുന്നേൽക്കുന്നത്. അപ്പോ ഇവനോട് നീ എന്റെ കൂടെ നിൽക്കുകയാണെങ്കിൽ നിന്നെയും അവർ കൊല്ലും എന്ന് പറയുമ്പോ ഇവൻ ഞാൻ നിനക്ക് വേണ്ടി മരിക്കാനും തയ്യാറാണ്, പക്ഷെ എന്നും പറഞ്ഞ് ഞാൻ നിന്നെ വിട്ടുപോകാൻ തയ്യാറല്ല, നീ പറയുന്നത് എന്തും ചെയ്യാൻ ഞാൻ തയ്യാറാണ് എന്ന് പറയുമ്പോ ഇവള് നമ്മൾ തമ്മിലുള്ളതൊക്കെ ഓൾറെഡി അവസാനിച്ചതാണ്, ഞാൻ അലക്സിനെ വിവാഹം കഴിക്കാൻ പോവാണ്, നീ ഞാൻ പറഞ്ഞത് എന്തും ചെയ്യാൻ തയ്യാറാണെങ്കിൽ നീ ഇപ്പൊ തന്നെ എന്റെ ലൈഫിൽ നിന്ന് പോണം, ഒരിക്കലും എന്റെ മുന്നിൽ വരരുത് എന്ന് പറയുമ്പോ ഇവനും സങ്കടം ഉണ്ടെങ്കിലും ഇവളിങ്ങനെ പറയുന്നത് കൊണ്ട് ശരി ഞാൻ പോവാണ് എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങി പോകുന്നു. സത്യത്തില് ഇവനെ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവനെ തന്നെയാണ് അത് ഏറ്റവും കൂടുതലായിട്ട് ബാധിക്കാൻ പോകുന്നത്. ഇവന്റെ കമ്പനി കാര്യങ്ങളൊക്കെ ഇവളുടെ ഫാമിലി ഇല്ലാണ്ടാക്കും. അങ്ങനെ അതിനുശേഷം ഇവളെ വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോ ഇവരെല്ലാവരും ഇവിടെ കൂട്ട ചർച്ചയിലാണ്. കുറച്ച് ഫോട്ടോസ് ഒക്കെ ഇവളെ എടുത്ത് കാണിച്ചിട്ട് അതില് ഫുയാൻ ഒരുപാട് പെണ്ണുങ്ങളോടൊപ്പം ഉള്ള ഫോട്ടോഷോപ്പ് ചെയ്ത് വെച്ചേക്കാണ്. സോ അത് വെച്ചിട്ട് അവന്റെ കരിയർ ഇല്ലാതാക്കാനാണ് ഇവരുടെ പ്ലാൻ. അപ്പോ സാക്ഷി അത് കണ്ട് നിങ്ങൾ അവനോട് ഇങ്ങനെയൊന്നും ചെയ്യരുത്, ഞങ്ങൾ തമ്മിൽ അതിനിപ്പോ ഒന്നുമില്ല, അവൻ വളരെ കഷ്ടപ്പെട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു കമ്പനിയാണ്, അതില്ലാതാക്കി കളയരുത് എന്ന് പറയുമ്പോൾ ഇവളുടെ അച്ഛൻ ഞങ്ങൾ അത് ചെയ്യാതിരിക്കണമെങ്കിൽ തീർച്ചയായും നീ അവനുമായിട്ടുള്ള എല്ലാ ബന്ധവും ഉപേക്ഷിക്കണം എന്ന് പറയുന്നുണ്ടെങ്കിലും ഇവള് അവനുമായിട്ട് യാതൊരുവിധ ബന്ധവുമില്ല എന്ന വാക്കിൽ തന്നെയാണ് നിൽക്കുന്നത്. പക്ഷെ ഇവരൊക്കെ ഓൾറെഡി തന്നെ അവനെ തകർക്കാനായിട്ട് അവനൊരു പെണ്ണുപിടിയനാണ്, അവൻ കാരണം ഒരുപാട് പേരുടെ ജീവിതം തകർന്നിട്ടുണ്ട്, അവന്റെ കമ്പനിയിലെ ഒരുപാട് ആളുകൾ ഇരയായിട്ടുണ്ട് എന്ന രീതിയിലൊക്കെ ഇപ്പോൾ വലിയ ന്യൂസ് ആയിരിക്കുകയാണ്. ഇതിന്റെ മെയിൻ കാരണം ഷെൻസിയുടെ ആ ഒരു വാർത്ത ഇല്ലാതാക്കണമല്ലോ, ഇവളുടെ ഭാഗത്ത് തെറ്റൊന്നുമില്ല എന്ന് വരുത്തി തീർക്കണം. അതിനും കൂടെ വേണ്ടിയിട്ടാണ് ഇപ്പൊ ഫുയാനെ തെറ്റുകാരനാക്കിയിരിക്കുന്നത്. ഇവരോട് എത്ര കേണ് അപേക്ഷിച്ചിട്ടും ഇവര് കേൾക്കുന്നില്ല, ഇവളെ തല്ലി അടിച്ചൊതുക്കാനാണ് ശ്രമിക്കുന്നത്. അപ്പൊ സാക്ഷി ഇവരോട് ഞാൻ നിങ്ങൾക്ക് 3 മിനിറ്റ് സമയം തരും, അതിനുള്ളിൽ അവന്റെ റെപ്യൂട്ടേഷൻ തിരിച്ചെടുത്ത് കൊടുത്തില്ലെങ്കിൽ നിങ്ങൾ നടത്തിയിട്ടുള്ള എല്ലാ കൊള്ളരുതായ്മകളും ഞാൻ എല്ലാവരെയും അറിയിക്കും എന്ന് പറയുന്നു. അതായത് ഇവരുടെ കമ്പനി ഒരുപാട് തിരിമറികൾ നടത്തിയിട്ടുണ്ട്, ടാക്സ് വെട്ടിപ്പ് നടത്തിയിട്ടുണ്ട്, മൊത്തം ക്രമക്കേടുകൾ വഴി ഉണ്ടാക്കിയെടുത്തിട്ടുള്ള പ്രോപ്പർട്ടീസ് ആണ് ഇവരുടേത് കൂടുതലും. സോ എന്തെങ്കിലും ഒരു അന്വേഷണം വന്നാൽ എല്ലാവരും കൊടുക്കും. അതുകൊണ്ട് തന്നെ ഇവർക്ക് 3 ചാൻസ് കൊടുക്കുന്നുണ്ട്, പക്ഷെ ഇവരാരും തന്നെ ഒന്നും ചെയ്യാൻ തയ്യാറാവുന്നില്ല. ഇവള് ആരെയും വിളിക്കില്ല എന്നൊരു കോൺഫിഡൻസിലാണ് അവർ നിൽക്കുന്നത്. പക്ഷെ 3 മിനിറ്റ് സമയം തീരുമ്പോൾ കറക്റ്റ് ഇവള് ഇൻകം ടാക്സിന് കോൾ ചെയ്യുന്നു. അത് കണ്ട് ഇവര് നല്ലോണം പേടിക്കുന്നു. സോ പെട്ടെന്ന് തന്നെ മോളെ ഫോൺ കട്ട് ചെയ്യും, എന്താന്ന് വെച്ചാൽ നമുക്ക് പരിഹാരം ഉണ്ടാക്കാമെന്ന് എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്നു. അതുകൊണ്ട് തന്നെ ഇവരും ഫോൺ കട്ട് ചെയ്യുന്നു, അവരെ വിളിക്കുന്നില്ല. സ്റ്റീച്ചൻ ഉടനെ തന്നെ റിപ്പോർട്ടേഴ്സിനെ വിളിച്ച് ഇനി ഫുയാനെ ശല്യം ചെയ്യരുത്, അവനെ ട്രോളരുത്, അവന്റെ പേര് ഒന്നിലും വലിച്ചിടരുത് എന്നറിയിക്കുന്നു. അങ്ങനെ അതിലൊരു ക്ലാരിറ്റി കിട്ടിയതിന് ശേഷം സാക്ഷി ഇവരോട് ഇനി നിങ്ങൾ അവനെ ഉപദ്രവിക്കാൻ ശ്രമിച്ചാല് ഇനി ഞാൻ ഒരു വാണിംഗ് കൂടി നിങ്ങൾക്ക് തരില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നു. പക്ഷെ അവൾ അവിടെ നിന്ന് പോയതിന് ശേഷം ഇവളുടെ അച്ഛൻ സീച്ചനോട് ഇതൊന്നും ഇവിടെ കൊണ്ട് തീരുമെന്ന് തോന്നുന്നില്ല, അതുകൊണ്ട് എന്താന്ന് വെച്ചാൽ വേണ്ടത് തീരുമാനിച്ചോളാനായിട്ട് പറയുന്നു. അവനത് കേൾക്കേണ്ട താമസം, അല്ലെങ്കിൽ തന്നെ ഇവൻ സാക്ഷിയും ഫുയാനെ നശിപ്പിക്കാൻ നടക്കായിരുന്നല്ലോ. അങ്ങനെയൊക്കെ ഇവളുടെ ഫാമിലിയോട് വെല്ലുവിളിച്ചെങ്കിലും ഇവളുടെ നിവൃത്തിയുടെ കൊണ്ടാണല്ലോ അവൾക്കത് ചെയ്യേണ്ടി വന്നത്, അതും കുറെ സൈക്കോകളോട്. അപ്പോ അലക്സ് പെട്ടെന്ന് ഇവളുടെ അടുത്തേക്ക് വന്ന് നിന്റെ കയ്യില് വേണ്ട ഒരു തെളിവില്ലെന്ന് എനിക്കറിയാം, നീ ബാക്കിയുള്ളവരെ ഫൂളാക്കുന്ന പോലെ എന്നെ ഫൂളാക്കാൻ നോക്കണ്ട എന്ന് പറയുമ്പോ ഇവള് തെളിവുണ്ടോ ഇല്ലയോ എന്ന് ഞാൻ നിനക്ക് കാണിച്ചു തരാം, നിന്റെ ചേട്ടൻ നിന്നെ അടിച്ചു കൊല്ലുന്നത് നിനക്ക് കാണണോ എന്ന് ചോദിക്കുമ്പോ ഇവൻ എന്റെ ചേട്ടൻ എന്നെ കൊന്നാല് ഇപ്പൊ എന്താ കുഴപ്പം, ഒരു വിവാഹം കഴിക്കാൻ പോകുന്ന നീ ഇപ്പോ നിന്റെ കാമുകനായിട്ട് റിലേഷൻഷിപ്പിലല്ലേ, അപ്പൊ ഞാൻ ചെയ്യുന്നതിൽ എന്താ തെറ്റുള്ളത്, പക്ഷെ നീ എന്റെ കുടുംബ പേര് ഇല്ലാതാക്കാൻ ശ്രമിച്ചാല് ഞാൻ നിന്നെ വെറുതെ വിടുമെന്ന് നീ വിചാരിക്കണ്ട, നാളെ നടക്കാൻ പോകുന്ന ബിസിനസ് മീറ്റിംഗില് എന്നോടൊപ്പം നീയും ഉണ്ടാവണം എന്ന് പറഞ്ഞ് ഒരു ഭീഷണി പോലെ പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോകുന്നു. അതിനുശേഷം പിറ്റേന്ന് അലക്സ് ഉള്ള സ്ഥലത്തേക്ക് ഇപ്പോ സാക്ഷി എത്തിയിരിക്കുകയാണ് അവനോടൊപ്പം മീറ്റിംഗിൽ പോകാനായിട്ട്. ഉടനെ അലക്സും ഇവളെ കണ്ട് നീ വന്നോ എന്ന് ചോദിച്ചിട്ട് അവനെ ഡ്രസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാനായിട്ട് പറയുന്നു. അപ്പൊ ഇവളും ഒരക്ഷരം ഇണ്ടാതെ ചിരിച്ചുകൊണ്ട് തന്നെ ആ ഒരു കോട്ടൊക്കെ റെഡിയാക്കി കൊടുക്കുന്നു. പക്ഷെ അതിലൊരു ബ്രൂച്ച് ഇവളെ കുത്തുന്നുണ്ട്. ആ ബ്രൂച്ച് കുത്തുന്നത് ഇവനത് വലിയ കാര്യമായിട്ട് എടുക്കുന്നില്ല. അപ്പൊ ഇവൻ മനസ്സിൽ ഇന്ന് നിനക്ക് നല്ലൊരു സർപ്രൈസ് ഉണ്ടായിരിക്കും എന്ന് മനസ്സിൽ പറഞ്ഞിട്ട് ഇവളെയും കൂട്ടിക്കൊണ്ട് അവിടെ നിന്ന് പോവാൻ തുടങ്ങുമ്പോഴേക്കും പുറത്ത് ഫുയാൻ ഇവളെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ അലക്സും ഫുയാനെ വേദനിപ്പിക്കാനായിട്ട് ഇവളുടെ ബോഡിയിലേക്ക് പിടിക്കുന്നു. എന്നിട്ട് അല്ല മിസ്റ്റർ ഫു എന്താ ഇവിടെ എന്ന് ചോദിച്ചിട്ട് ഇവര് രണ്ടുപേരും തലേന്ന് രാത്രി ഒരുമിച്ചായിരുന്നു ഉണ്ടായിരുന്നത് എന്നിവനെ ബോധ്യപ്പെടുത്താനായിട്ട് ആ ഒരു രീതിയിൽ സംസാരിക്കുന്നു. അപ്പോ സാക്ഷി ഫുയാനോട് നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ എന്റെ പിന്നാലെ നടക്കരുതെന്ന്, പിന്നെ വീണ്ടും വരുന്നത് എന്തിനാ എന്ന് ചോദിച്ചുകൊണ്ട് ഞങ്ങൾക്ക് പോയിട്ട് അത്യാവശ്യമുണ്ട് എന്ന് പറഞ്ഞ് അവരവിടെ നിന്ന് പോകുന്നു. അപ്പോ അലക്സ് ഇവളോട് നിനക്ക് അവനെ കാര്യം ഓർത്ത് നല്ല വിഷമമുണ്ടല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇവള് അത് നീ അറിയേണ്ട കാര്യമില്ല എന്ന് പറയുന്നു.
അപ്പൊ അലക്സും ശരി ഞാൻ അതിലൊന്നും ഇടപെടുന്നില്ല, പക്ഷെ എന്റെ വൈഫായിട്ടുള്ള റോള് നീയും നല്ല രീതിയിൽ തന്നെ കൈകാര്യം ചെയ്യണം എന്ന് പറഞ്ഞ് ഇവളെ ഭീഷണിപ്പെടുത്തുന്നു. അങ്ങനെ അതിനുശേഷം ഇപ്പോ ഇവരെല്ലാരും ഒരു ബിസിനസ് മീറ്റിംഗിൽ പങ്കെടുക്കാനായിട്ടാണ് എത്തിയിരിക്കുന്നത്. ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ ബിസിനസ് ചെയ്യുന്ന ആളുകളും എത്തിയിട്ടുണ്ട്. സോ ഫൂയാനും അങ്ങോട്ടേക്ക് എത്തുന്നു. അപ്പോ അവനെ അവിടെ കണ്ട് അലക്സ് എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഇവനെ അപമാനിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അവനും ആ ഒരു ഇൻഡസ്ട്രിയിൽ കഴിവ് തെളിയിച്ച വ്യക്തി ആയതുകൊണ്ട് തന്നെ അവിടെയുള്ള കൂടിയ ബാക്കി ആളുകളൊക്കെ ഇവനെ സപ്പോർട്ട് ചെയ്യുന്നു. അപ്പോ അവിടെയുള്ള മറ്റു ചിലരൊക്കെ അലക്സിനോട് വന്ന് ഇവരെ വിവാഹിതരാവാൻ പോവാണല്ലോ, അതുകൊണ്ട് തന്നെ കൺഗ്രാറ്റ്സ് പറഞ്ഞിട്ട് ഇവനോട് ചിയേഴ്സ് പറയുന്നു. അപ്പോ ഇവൻ അവരോട് അയ്യോ ഞാൻ ഇപ്പോഴാ ഓർത്തത്, എനിക്ക് ഈയിടെയായിട്ട് വയറിന് ചെറിയ പ്രശ്നമുണ്ട് എന്ന് പറയുമ്പോൾ അത് മനസ്സിലാക്കി സാക്ഷി അവന്റെ കയ്യിൽ നിന്ന് ആ ഒരു മദ്യം വാങ്ങി കുടിക്കുന്നു. ഇവന്റെ മനസ്സിൽ മറ്റെന്തോ പ്ലാനിങ് ആണ്. അങ്ങനെ ഒരുപാട് പേരോട് ചിയേഴ്സ് പറഞ്ഞ് ഇവളെ മദ്യം കുടിക്കുന്നു. പക്ഷെ അതിനുശേഷം ഇവളെ എല്ലാവരുടെയും കണ്ണു വെട്ടിച്ച് അതൊക്കെ പോയി വൊമിറ്റ് ചെയ്ത് കളയുകയും ചെയ്യുന്നു. പക്ഷെ അതെല്ലാം തന്നെ ഫൂയാനും കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവളെ വലിച്ച് റൂമിലേക്ക് കൂട്ടിക്കൊണ്ടു പോയിട്ട് ഇവൾക്ക് കുടിക്കാൻ വെള്ളമൊക്കെ എടുത്തു കൊടുക്കുന്നു. എന്നിട്ട് ഇവളോട് എന്തിനാ ഈ ആവശ്യമില്ലാത്ത പരിപാടിക്കൊക്കെ നിൽക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഇവള് ഞാൻ അലക്സിന്റെ ഫിയാൻസിയാണ്, ആളുകളുടെ മുന്നിൽ എനിക്കത് തെളിയിക്കണ്ടേ, ഞാൻ നിന്നോട് ലാസ്റ്റ് കണ്ടപ്പോ പറഞ്ഞതല്ലേ നമ്മുടെ റിലേഷൻഷിപ്പ് ഇനി വർക്ക് ആവില്ല എന്ന്, എന്റെ മുന്നിൽ അത് വന്നു പോവരുതെന്ന് പറഞ്ഞതല്ലേ, പിന്നെ നീ എന്തിനാണ് ഇങ്ങനെ കാണിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഫൂയാൻ സോറി എനിക്കതിനൊന്നും പറ്റുമെന്ന് തോന്നുന്നില്ല, എന്റെ മുന്നിൽ വെച്ച് നീ ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടുമ്പോൾ എനിക്ക് കൈയും കിട്ടി നോക്കിക്കൊണ്ട് നിൽക്കാനാവില്ല എന്ന് പറയുമ്പോഴും ഇവള് ഞാൻ ഉടനെ തന്നെ വിവാഹിതയാവും, ഇനിയും നീ എന്നെ ശല്യം ചെയ്യാൻ വന്നാല് ഞാൻ സെക്യൂരിറ്റി വിളിക്കും, ദയവേത് എന്റെ വഴിക്ക് വന്നു പോരുത് എന്ന് പറഞ്ഞിട്ട് പോകാൻ തുടങ്ങുന്നുണ്ടെങ്കിലും ഇവൻ അവളെ വിടാതെ കിസ് ചെയ്യുന്നു. എന്നാൽ അപ്പോഴേക്കും സാക്ഷി എന്തോ ഒരു കാഴ്ച പുറത്ത് കാണുന്നു. ഇവളെ പെട്ടെന്ന് അങ്ങോട്ടേക്ക് ചെന്ന് നോക്കുമ്പോ അലക്സ് മുകളിൽ നിന്ന് താഴെ വീണിരിക്കുകയാണ്. ആരോ അവനെ കൊല്ലാൻ ശ്രമിച്ചതായിരിക്കണം. അത് കണ്ട് പെട്ടെന്ന് തന്നെ സാക്ഷി ഇവനോട് നീ എന്നെ കുറച്ചെങ്കിലും കെയർ ചെയ്യുന്നുണ്ടെങ്കിൽ ദയവായി എന്നെ ഫോളോ ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് താഴേക്ക് വരുന്നു. ഇവള് താഴെ എത്തുമ്പോൾ ഓൾറെഡി തന്നെ പോലീസും ആളുകളും ഒക്കെ തന്നെ കൂടിയിട്ടുണ്ട്. പോലീസിന്റെ നിഗമനത്തിൽ ഇതൊരു സൂയിസൈഡ് അല്ല, ആരോ മനഃപൂർവ്വം തന്നെ പുഷ് ചെയ്ത് താഴേക്ക് തള്ളിയിട്ടതാണ് എന്നാണ്. അപ്പോ ഒരു പോലീസ് ഓഫീസറും ക്രൈം നടന്ന സ്ഥലത്ത് നിന്ന് കൊലയാളിയുടെ ഡ്രസ്സിന്റെ ബട്ടൺ കിട്ടിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ സാക്ഷി അത് കേട്ട് ഷോക്കാവുന്നു. അപ്പൊ ഒരു ചെറിയ ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നു. അതായത് നേരത്തെ ഇവള് മദ്യം കുടിക്കുന്നതിന്റെ ഇടയ്ക്ക് ഇവള് വീഴാൻ പോയപ്പോ ഷെൻസി ഇവളെ താങ്ങി നിനക്ക് കുഴപ്പമല്ലോ ഉണ്ടോ എന്ന് ചോദിച്ച് ഇവളുടെ ഡ്രസ്സിലുള്ള ആ ഒരു ബട്ടൺ ഇവള് പൊട്ടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. കെയർ കാണിക്കുന്നത് പോലെ കാണിച്ച് പണി കൊടുത്തതാണ്. അതാണ് ഇപ്പോ ആ ഒരു സ്ഥലത്ത് നിന്ന് ഇവളുടെ ഡ്രസ്സിന്റെ ബട്ടൺ കിട്ടുന്നത്. സീച്ചന്റെയും ഷെൻസിയുടെയും ലക്ഷ്യം ആ ഒരു കൊല ചെയ്തത് സാക്ഷിയാണ് എന്ന് വരുത്തി തീർക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇവളുടെ കൈ പിടിച്ച് നിന്റെ ബട്ടൺസ് ഇവിടെ പോയി സാക്ഷി എന്ന് എല്ലാവരുടെ മുന്നിൽ വെച്ചും ചോദിക്കുന്നു. ഉടനെ സീച്ചനും എന്നാലും മോളെ നീ ഈ ചതി ചെയ്തല്ലോ, അവൻ നിന്നെ എന്തോരം ഇഷ്ടപ്പെട്ടിരുന്നതാ, നിനക്ക് അവനെ ഇഷ്ടമല്ലായിരുന്നെങ്കിൽ ഇങ്ങനെ ചെയ്യണ്ടായിരുന്നു എന്ന് പറയുമ്പോ അലക്സിന്റെ ഫാദറും അത് വിശ്വസിച്ച് എല്ലാവരും നമ്മുടെ സാക്ഷിയെ കൊലയാളിയായിട്ട് കാണുന്നു. അതുകൊണ്ട് തന്നെ ഇവളെ അറസ്റ്റ് ചെയ്യാനായിട്ടും എല്ലാവരും പറയുന്നു. പോലീസും ഇവളെ അറസ്റ്റ് ചെയ്ത് കൂട്ടിക്കൊണ്ടു പോകാൻ തുടങ്ങുമ്പോൾ ഫൂയാൻ അങ്ങോട്ടേക്ക് വന്ന് ഇവളെ നിങ്ങൾക്ക് അറസ്റ്റ് ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞ് ഒരു തെളിവ് കാണിക്കുന്നു. അതായത് അലക്സും സാക്ഷിയും സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയം തന്നെയാണ് അവിടെയുള്ള CCTV ആരോ മനഃപൂർവ്വം ഹൈഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആ കൊല ചെയ്തത് സാക്ഷിയല്ല, അവൾ ആ സമയം എന്നോടൊപ്പം ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. പക്ഷെ അതാരും വിശ്വസിക്കുന്നില്ല. ആ ഒരു കൊലയിൽ ഫൂയാനെയും കൂടി പങ്കു ചേർക്കാനാണ് ഇവര് ശ്രമിക്കുന്നത്. ഇവരെ രണ്ടുപേരും തമ്മിലുള്ള റിലേഷൻഷിപ്പ് വെച്ചിട്ട് ഈ ഒരു കേസ് വഴിതിരിച്ചു വിടാൻ നോക്കുകയാണ് എന്നാണ് സീച്ചനും ഷെൻസിയും പറയുന്നത്. അങ്ങനെ അവര് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നതിനിടയ്ക്ക് തന്നെ സാക്ഷി അവിടെ നിന്ന് പോയി അലക്സിന്റെ ബോഡിക്ക് അരികിൽ എത്തുന്നു. എന്നിട്ട് ആ ഡോക്ടേഴ്സിന്റെ കണ്ണ് വിട്ടിച്ച് ഇവന്റെ ഡ്രസ്സിൽ ഇവള് മുന്നേ കടുപ്പിച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ബ്രൂച്ച് കൈക്കലാക്കുന്നു. അവൻ എന്തെങ്കിലുമൊക്കെ വേണ്ടാതിനം കാണിക്കുകയാണെങ്കിൽ അത് പകർത്തി അവനെ നാണം കെടുത്താം അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്താം എന്ന ലക്ഷ്യത്തോടൊക്കെ കൂടിയാണ് ഇവൾ ആ ഒരു സംഭവം ചെയ്തത്. പക്ഷെ ഇപ്പോ ഇങ്ങനെയൊക്കെ ആയിരിക്കുകയാണല്ലോ, എങ്കിലും അതിലെല്ലാ കാര്യങ്ങളും പതിഞ്ഞിട്ടുണ്ടാവും. അപ്പോ സാക്ഷിയെ അവിടെ കാണാത്തത് കൊണ്ട് ഇവരെല്ലാരും അവള് തന്നെയാ ഈ കൊല ചെയ്തത്, അവളൊരു കൊലയാളി ആയതുകൊണ്ട് ഓടി രക്ഷപ്പെട്ടതായിരിക്കും എന്നൊക്കെ സംസാരിക്കുന്നു. ഇവരും അലക്സിന്റെ അച്ഛനെ പ്രകോപിപ്പിച്ച് ഇങ്ങനെ നിന്നാൽ ഇവര് രണ്ടുപേരും രക്ഷപ്പെടും, ഇവര് രണ്ടുപേരും ഇതിൽ പ്രതികളാണ്, അതുകൊണ്ട് പോലീസിനോട് പറഞ്ഞ് എത്രയും പെട്ടെന്ന് ഇവരെ അറസ്റ്റ് ചെയ്യിപ്പിക്കാനായിട്ട് പറയുമ്പോൾ അയാളും പോലീസിനോട് ഇവരെ അറസ്റ്റ് ചെയ്യാനായിട്ട് പറയുന്നു. അതുകൊണ്ട് തന്നെ പോലീസും ഇവരെ അറസ്റ്റ് ചെയ്യാനായിട്ട് വരുമ്പോൾ സാക്ഷി അങ്ങോട്ടേക്ക് അവളുടെ കയ്യിലുള്ള തെളിവുമായിട്ട് അങ്ങോട്ട് എത്തുന്നു. നിങ്ങൾക്കാർക്കും ഞങ്ങളെ ഒന്നും ചെയ്യാനാവില്ല എന്ന് പറഞ്ഞിട്ട് അലക്സിന്റെ അച്ഛനോട് അങ്കിളിന്റെ ഇപ്പോഴത്തെ വേദന എന്താണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും, പക്ഷെ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഇത് ചെയ്തത് ഞാനല്ല, ആരാണെന്നതിനുള്ള തെളിവ് എന്റെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞിട്ട് ആ ഒരു ബ്രൂച്ചർ ഉണ്ടായിരുന്ന മെമ്മറി കാർഡ് ഊരി ഇവളുടെ ഫോണിലിട്ട് അലക്സ് മരിക്കുന്നതിന് തൊട്ട് മുന്നേയുള്ള വിഷ്വൽസ് ഇവരെ കാണിക്കുന്നു. അതിലവൻ അവസാനമായിട്ട് മീറ്റ് ചെയ്തത് സീച്ചനെയും ഷെൻസിയുമാണ്. അലക്സ് ഇവരോട് വന്ന് പറയുന്നത് ഫൂയാന്റെ കാര്യം ഞാൻ ഉടൻ തന്നെ ഇല്ലാതാക്കും, അവനെ ഒരിക്കലും വളരാൻ അനുവദിക്കില്ല എന്ന് പറയുമ്പോൾ സീച്ചൻ അപ്പൊ നിന്റെ കാര്യോ എന്ന് ചോദിച്ച് ഇവനെ പെട്ടെന്ന് മുകളിൽ നിന്ന് വലിച്ച് താഴെ ഇടുകയായിരുന്നു. അങ്ങനെയാണ് അലക്സ് മരിക്കുന്നത്. പക്ഷെ എല്ലാ തെളിവുകളും ഇവരെ നശിപ്പിച്ചെങ്കിലും അലക്സിന്റെ കോട്ടിലുണ്ടായിരുന്ന ആ ഒരു ബ്രൂച്ചിന്റെ കാര്യം ഇവർക്ക് അറിവുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഇപ്പോ പിടിക്കപ്പെട്ടത്. സോ ഇത്രയും നേരം സത്യസന്ധതയുടെ കാര്യം വായിട്ട് അലച്ചോണ്ടിരുന്ന ഇവർക്കിപ്പോ മറുപടിയില്ല. അവര് അലക്സിന്റെ ഫാദറിനെ കൺവിൻസ് ചെയ്യാൻ നോക്കുന്നുണ്ട്, പക്ഷെ അദ്ദേഹം തയ്യാറാവുന്നില്ല. കറക്റ്റ് ആയിട്ടുള്ള തെളിവാണല്ലോ ഇപ്പോ ഉള്ളത്. അത് മാത്രമല്ല തെറ്റ് ചെയ്തിട്ട് കൂടെ നിന്ന് ഇവര് രക്ഷപ്പെടുക
ആയിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ ഇപ്പൊ പോലീസ് ഇവരെ രണ്ടുപേരെയും അറസ്റ്റ് ചെയ്യുന്നു. അങ്ങനെ അവരെല്ലാം അവിടെ നിന്ന് പോയതിനു ശേഷം ഫുയാൻ ഇവളോട് അലക്സിന്റെ കാര്യത്തില് തീരുമാനമായില്ലേ, ഇനിയെങ്കിലും നമുക്ക് എല്ലാം ഒന്നുകൂടെ സ്റ്റാർട്ട് ചെയ്തൂടെ എന്ന് ചോദിക്കുമ്പോ ഇവള് അലക്സ് പറഞ്ഞ ഒരു കാര്യം ഓർക്കുന്നു. അവരുടെ അച്ഛന് വലുത് അവരുടെ കുടുംബ പേരാണ് എന്ന് പറഞ്ഞിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ ഇപ്പോഴും ഇവളെ എല്ലാവരുടെയും മുന്നിൽ അറിയപ്പെടുന്നത് ആ ഒരു ഫാമിലിയുടെ മരുമകളായിട്ടാണ്. അതുകൊണ്ട് തന്നെ ഇവളെ ഇനിയും ഇവന്റെ കൂടെ പോയി കഴിഞ്ഞാൽ അവരുടെ ഫാമിലിക്ക് അത് വലിയ ഇൻസൾട്ട് ആവും. സോ ഇവനെ എന്തെങ്കിലും അവർ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇവനോട് ഞാൻ നിന്നോട് പലതവണ പറഞ്ഞതാണ് എനിക്ക് ബന്ധത്തില് താല്പര്യമില്ല എന്ന്. എനിക്ക് മുൻപ് പറഞ്ഞതൊക്കെ തന്നെ ഇപ്പോഴും നിന്നോട് പറയാനുള്ളൂ എന്ന് പറയുമ്പോ ഇവൻ നീ എന്ത് കാര്യത്തിന് എന്നെ ഇത്ര അവോയ്ഡ് ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പോ ഇവനോട് ഒന്നും പറയാതെ അവിടെ നിന്ന് പോകുന്നു. അങ്ങനെ ഇവളെ കുറച്ച് മുന്നോട്ട് പോകുമ്പോ പെട്ടെന്നൊരു കാറ് ഇവളുടെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തി അതിലുള്ളവരെ ഇറങ്ങി ഇവളെ പിടിച്ചു വണ്ടിയിൽ കയറ്റാനായിട്ട് ശ്രമിക്കുന്നു. ആ വണ്ടിയിൽ തന്നെ അലക്സിന്റെ അച്ഛനും ഉണ്ട്. അയാളിപ്പോ ഇവളെ കൂട്ടിക്കൊണ്ട് പോകുന്നത് അലക്സിനോടൊപ്പം ഇവളെയും പറഞ്ഞയക്കാനാണ്. ഇയാളുടെ മകൻ ഒറ്റയ്ക്കാണ് പോയത്. അതുകൊണ്ട് അവൻ ഒരുപാട് സ്നേഹിക്കുന്ന നീയും അവന്റെ കൂടെ പോയല്ലേ പറ്റൂ. അതല്ലേ അതിന്റെ ഒരു ശരി. ഇതിനെനിക്ക് ആരെയും പേടിക്കേണ്ട കാര്യമില്ല. നിന്റെ അച്ഛൻ പോലും എനിക്കിതിന് സപ്പോർട്ടാണ് എന്ന് പറയുമ്പോ ഇവളത് കേട്ട് ഷോക്കാവുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോ ഇയാളുടെ വീട്ടിലേക്ക് ഇവളെ കൂട്ടിക്കൊണ്ട് വന്നിരിക്കുകയാണ്. അയാൾ ഇവളെ കൊല്ലാനൊന്നും അല്ല കൂട്ടിക്കൊണ്ട് വന്നിരിക്കുന്നത്. മകന്റെ വിധവയായിട്ട് ജീവിതകാലം മുഴുവൻ അവന്റെ ഫോട്ടോയും തുടച്ച് ഇവിടെ കഴിയാനാണ്. അപ്പോ ഞാനതിനെ നിങ്ങളുടെ മകനെ വിവാഹം കഴിച്ചിട്ടില്ല, ലീഗലി ഇതൊന്നും ശരിയല്ല എന്ന് പറയുമ്പോ അയാള് ഇവളെ തല്ലിയിട്ട് ശരിയും തെറ്റൊന്നും നീ എന്നെ പഠിപ്പിക്കണ്ട. അന്നേ നീ നിന്റെ കാമുകന്റെ കൂടെ പോയിരുന്നെങ്കിൽ എന്റെ മകൻ ഈ അവസ്ഥ വരില്ലായിരുന്നു. പക്ഷെ എന്റെ മകൻ നിന്നെ ഒരുപാട് ഇഷ്ടപ്പെട്ടു പോയി. അതുകൊണ്ട് നീ ഇനി മുതൽ ഇവിടെ കഴിഞ്ഞാൽ മതി എന്ന് പറഞ്ഞിട്ട് ഇവളെ ആ ഒരു റൂമിലിട്ട് പൂട്ടിയിട്ട് അയാൾ അവിടെ നിന്ന് പോകുന്നു. എന്നാൽ കുറച്ച് കഴിയുമ്പോഴേക്കും അവിടുത്തെ സെർവന്റ് ഇവൾക്ക് ഫുഡ് കൊടുക്കാനൊക്കെ ആയിട്ട് വരുന്നു. ഉടനെ തന്നെ ഇവൾക്ക് വേറെ നിവൃത്തിയില്ലാത്തത് കൊണ്ട് അവരുടെ തലക്കിട്ട് ഒരെണ്ണം കൊടുത്ത് ബോധരഹിതയാക്കിയിട്ട് അവരുടെ ഡ്രസ്സിൽ ഇവളെ ആ ഒരു ബോഡി ഗാർഡ്സിന്റെ കണ്ണ് വെട്ടിച്ച് രക്ഷപ്പെടുന്നു. എന്നിട്ട് നേരെ ഇവളുടെ വീട്ടിലേക്ക് വന്ന് കയ്യിൽ കിട്ടിയതൊക്കെ വാരി പറക്കി ഇവളുടെ അച്ഛൻ വരുന്നതിന് മുന്നേ അവിടെ നിന്ന് പോവാനാണ് ഇവളെ ശ്രമിക്കുന്നത്. പക്ഷെ അപ്പോഴേക്കും ഇയാൾ അങ്ങോട്ടേക്ക് വരുന്നു. ഇവൾ അവിടെ നിന്ന് ചാടിപ്പോയത് അലക്സിന്റെ ഫാദർ വിളിച്ചറിയിച്ചിട്ടുണ്ട്. അയാള് ഓൾറെഡി തന്നെ ഇങ്ങേർക്ക് വേണ്ട സ്വത്തും പണം ഒക്കെ കൊടുത്തിട്ടുണ്ട്. നിനക്ക് ഞാൻ പറഞ്ഞു വെച്ച ചെറുക്കൻ മരിച്ചത് കൊണ്ട് തന്നെ നീ അവന്റെ വിധവയായിട്ട് ഇനിയുള്ള കാലം മുഴുവൻ ജീവിക്കണം എന്ന് പറഞ്ഞിട്ട് അയാളുടെ ആളുകളെ കൊണ്ട് ഇവളെ പിടിച്ച് അലക്സിന്റെ വീട്ടിൽ കൊണ്ടു കൊടുക്കാനായിട്ട് പറഞ്ഞ് ഏൽപ്പിക്കുന്നു. പക്ഷെ സാക്ഷി വിട്ടുകൊടുക്കുന്നില്ല. അവിടെ ഉണ്ടായിരുന്ന ഒരു ഗ്ലാസ് ബോട്ടിൽ എടുത്ത് പൊട്ടിച്ച് ഇവളുടെ കഴുത്തിൽ വെച്ചിട്ട് നിങ്ങളെല്ലാം തിരിച്ച് പറഞ്ഞുവിടാനാണ് ഉദ്ദേശമെങ്കിൽ ഞാൻ ഇപ്പൊ തന്നെ എന്റെ ജീവിതം ഇവിടെ അവസാനിപ്പിക്കും. നാളെ എല്ലാ പത്രത്തിന്റെയും ഹെഡ്ലൈൻ ആയിട്ട് വരാൻ പോകുന്നത് ഷെനി ഗ്രൂപ്പിന്റെ സിഇഒ മകളെ ഫോഴ്സ് ചെയ്ത് കൊന്നു എന്നായിരിക്കും എന്ന് പറയുമ്പോ ഇയാൾ ഒന്ന് പേടിച്ച് ഇവളോട് അവിടെ നിന്ന് പൊക്കോളാനായിട്ട് പറയുന്നു. പെട്ടെന്ന് തന്നെ സാക്ഷിയും അവിടെ നിന്ന് രക്ഷപ്പെടുന്നു. അതിനുശേഷം ഇയാള് അലക്സിന്റെ ഫാദറിനെ വിളിച്ച് അവള് വീണ്ടും ഓടിപ്പോയിരിക്കുക. പക്ഷെ പേടിക്കണ്ട, അവളുടെ ബാങ്ക് അക്കൗണ്ട് എല്ലാം ഞാൻ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ നിങ്ങളുടെ ഹോൾഡ് ഉപയോഗിച്ച് അവൾക്ക് എവിടെയും ജോലി കിട്ടാത്ത വിധം ബാൻ ചെയ്താൽ മതി. അവസാനം തെണ്ടി തിരിഞ്ഞ പൈസയൊന്നും ഇല്ലാണ്ട് നമ്മുടെ അടുത്തേക്ക് തന്നെ വന്നോളും. അവള് നമുക്ക് കീഴടങ്ങിക്കോളും എന്ന് പറയുമ്പോ അയാളും അത് നല്ല ഐഡിയ ആയിട്ട് ഇയാളോട് പറയുന്നു. ഇയാള് അവളെ പോകാൻ അനുവദിച്ചത് മകള് മരിക്കും എന്ന് പേടിച്ചിട്ടൊന്നുമല്ല. മകള് മരിച്ചു കഴിഞ്ഞാൽ അലക്സിന്റെ അച്ഛനുമായിട്ടുള്ള ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഇയാൾക്ക് നഷ്ടപ്പെടുമല്ലോ, അതോർത്ത് പേടിച്ച് മാത്രമാണ്. സോ ഇവരിങ്ങനെ തീരുമാനിക്കുന്നത് കൊണ്ട് തന്നെ ഇവളെ എവിടേക്ക് ജോലിക്ക് അപേക്ഷിച്ചിട്ടും എല്ലായിടത്തും റിജക്ഷൻ മാത്രമാണ് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഇവള് മറ്റൊരു കമ്പനിയിലേക്ക് വരുമ്പോ അവിടെ ഒരു പരസ്യം കാണുന്നു, ഒരു വെയിറ്ററുടെ ജോലി. വെയിറ്ററുടെ പണി എടുത്താലും കുഴപ്പമില്ല, താനിനി എന്തായാലും ആ വീട്ടിലേക്ക് തിരിച്ചു പോവില്ല എന്നുറപ്പിച്ച് ഇവൾ ആ ഒരു റെസ്യൂം ഇടാൻ വന്ന ജോലി വേണ്ട എന്ന് വെക്കുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പൊ ഇവള് ആ ഒരു ഹോട്ടലില് ജോലിക്ക് കയറിയിരിക്കുകയാണ്. പക്ഷെ അവിടുത്തെ മാനേജറിന് അതറിഞ്ഞ് നല്ല ത്രില്ലാവുന്നു. അതുകൊണ്ട് തന്നെ ഷൻ ഫാമിലി ബ്ലാക്ക് ലിസ്റ്റിൽ ഇട്ടിരിക്കുന്ന ഇവൾക്ക് ഇവര് പ്രത്യേകം അറേഞ്ച് ചെയ്ത കോൺട്രാക്ട് ഒക്കെ വെച്ചിട്ടാണ് അവിടെ ജോലി കൊടുക്കുന്നത്. അതിനുശേഷം ഇയാള് ഫൂയാനെ വിളിച്ച് ആ ഒരു ഹോട്ടലിലെ ഗസ്റ്റ് ആയിട്ടും ക്ഷണിക്കുന്നു. ഇയാൾക്ക് അറിയാം ഫൂയാനും സാക്ഷിയായിട്ടുള്ള റിലേഷൻഷിപ്പും കാര്യങ്ങളൊക്കെ. അങ്ങനെ അവനും അന്ന് നൈറ്റ് ഇയാളുടെ ക്ഷണം സ്വീകരിച്ച് ആ ഒരു ഹോട്ടലിലേക്ക് എത്തുന്നു. പക്ഷെ അവൻ അറിയില്ല അവിടെ സാക്ഷി വർക്ക് ചെയ്യുന്നുണ്ട് എന്ന കാര്യങ്ങളൊന്നും. ഇയാള് ഇവനെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിക്കുന്നതിന് കാരണം ഈ ഒരു കമ്പനിയിൽ ഇവനെ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യിപ്പിക്കാനാണ്. അതുകൊണ്ട് തന്നെ മനഃപൂർവ്വം സാക്ഷിയെ തന്നെ ഇവന് മദ്യം സെർവ് ചെയ്ത് കൊടുക്കാനൊക്കെ ആയിട്ട് വിളിക്കുന്നു. അവള് അറിഞ്ഞിരുന്നില്ല അവിടെ വന്ന ഗസ്റ്റ് ഇവനാണ് എന്ന കാര്യം. അപ്പോ ഈ ഒരു മാനേജർ ഒന്നും അറിയാത്ത ഭാവത്തില് അയ്യോ ഇത് നമ്മുടെ ഷൻ ഫാമിലിയിലെ പെൺകുട്ടിയല്ലേ, ഇതെങ്ങനെയാ ഇപ്പൊ ഇവിടെ വന്നത്, എന്തായാലും നിങ്ങളെ സംസാരിച്ചിരിക്കാൻ ഞങ്ങൾ മാറിത്തരാം എന്ന് പറയുന്നു. അപ്പൊ ഇയാളുടെ മനസ്സിലിരിപ്പ് സാക്ഷി ഇവിടെ വർക്ക് ചെയ്യാണല്ലോ, സോ അത് വെച്ച് ഇവരെ കൊണ്ട് എങ്ങനെയെങ്കിലും ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യിപ്പിക്കാം എന്നാണ്. എന്നാൽ ആ കാര്യങ്ങളൊക്കെ ഫൂയാന് മനസ്സിലാവുന്നത് കൊണ്ട് തന്നെ ഇയാളോട് നിങ്ങൾ എന്താ പറഞ്ഞു വരുന്നത്, ഞാനൊരു വെയിറ്ററോട് സംസാരിക്കണം എന്നാണോ എന്ന് ചോദിക്കുമ്പോൾ ഇയാൾക്കും പുറത്തെല്ലാവരും പറയുന്നത് ശരിയായിരിക്കും, ഇവര് രണ്ടുപേരും രണ്ടായി എന്ന് വിചാരിക്കുന്നു. അത് കൺഫേം ചെയ്യാനായിട്ട് തന്നെ സാക്ഷി അവിടെ മദ്യം വെച്ചിട്ട് പോവാൻ തുടങ്ങുമ്പോൾ ഇയാള് നീ എത്ര പെട്ടെന്ന് എങ്ങോട്ടാ പോകുന്നത്, ഇവിടെ ഗസ്റ്റ് ഇരിക്കുന്നത് കാണാൻ വയ്യ എന്ന് ചോദിച്ചിട്ട് മദ്യം ഒഴിച്ചു കൊടുക്കാനായിട്ട് പറയുന്നു. അങ്ങനെ ഇവളും നിവൃത്തിയില്ലാതെ ആ ഒരു മദ്യം ഒഴിച്ചു കൊടുക്കാൻ തുടങ്ങുമ്പോൾ ഇവൻ ഗ്ലാസ് മാറ്റുന്ന വഴിക്ക് അവന്റെ ഷൂസിൽ മദ്യമാവുന്നു. ഉടനെ തന്നെ ഈ മാനേജർ എന്താടി കാണിക്കുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് ഇവളെ തല്ലിയിട്ട് അവന്റെ ഷൂ തുടച്ചു കൊടുക്കാനായിട്ട് ആവശ്യപ്പെടുന്നു.
അപ്പോ ഇവിടെയുള്ള ബാക്കി ഗസ്റ്റുകളും ഇവളുടെ ഗതി കണ്ടില്ലേ, നല്ലൊരു പയ്യനല്ലേ വിട്ട് കളഞ്ഞത്, എന്നിട്ട് പുളിങ്കൊമ്പ് തേടി പോയതാ, ഇപ്പൊ എന്തായി എന്ന് പറഞ്ഞ് ഇവളെ വേദനിപ്പിക്കുന്ന രീതിയിൽ പറയുന്നുണ്ട്. അവളും അത് കേൾക്കുന്നു. അങ്ങനെ ഇവളും ഇവന്റെ കാല് തുടച്ചു കൊടുക്കാനൊക്കെ ആയിട്ട് വരുന്നുണ്ട്. പക്ഷെ ഫൂയാൻ അതിന് സമ്മതിക്കുന്നില്ല. ഇവളോട് അവിടെ നിന്ന് പോവാനായിട്ട് ആവശ്യപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ആ മാനേജറും അവളോട് അവിടെ നിന്ന് പോവാനായിട്ട് പറയുന്നു. സോ ഇവളും അവിടെ നിന്ന് പോവാൻ തുടങ്ങുന്നു. അപ്പോ ഇയാള് ഇവനോട്, സർ നിങ്ങൾ എത്രയും പെട്ടെന്ന് പുതിയൊരു പാർട്ട്ണറെ കണ്ടുപിടിക്കണം എന്ന് പറയുമ്പോ ഇവൻ അയാളോട്, ഓഹ് അതൊക്കെ ഞാൻ ഓൾറെഡി കണ്ടുപിടിച്ചു കഴിഞ്ഞു, എന്റെ എൻഗേജ്മെന്റ് ഉടൻ തന്നെ കാണും എന്ന് പറയുമ്പോ അത് ഇവളും കേൾക്കുന്നുണ്ട്. ഇവൾക്ക് നല്ല സങ്കടം ആകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പൊ ഇവളെ ജോലിയൊക്കെ കഴിഞ്ഞ് അവളെ താമസിക്കുന്ന സ്ഥലത്തേക്ക് നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോ ഫൂയാൻ പറഞ്ഞ ആ ഒരു കാര്യത്തെ പറ്റി തന്നെയാണ് ആലോചിക്കുന്നത്. അവൻ മറ്റൊരു പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ പോവുകയാണല്ലോ, അതോർത്ത് ഇവള് നല്ല സങ്കടത്തിലാണ് നടക്കുന്നത്. അപ്പോഴേക്കും ഫൂയാൻ അവന്റെ കാറ് ഇവളുടെ അടുത്ത് നിർത്തി ഇവളോട് വണ്ടിയിൽ കയറാനായിട്ട് പറയുന്നു. ഞാൻ കൊണ്ടുവിടാം എന്ന് പറയുമ്പോ ഇവള്, വേണ്ട ഞാൻ തനിയെ പൊക്കോളാം എന്ന് പറഞ്ഞിട്ട് കയറാൻ തയ്യാറാവുന്നില്ല. അതുകൊണ്ട് തന്നെ അവരും കാർ എടുത്തു പോകുന്നു. സോ ഇവളെ മനസ്സിൽ ഇനി എന്തായാലും ഇവന്റെ കാറ് എനിക്ക് വേണ്ടി ഒരിക്കലും നിർത്താൻ പോകുന്നില്ല എന്നാണ്. അവൻ എൻഗേജ്ഡ് ആവാൻ പോവുകയാണല്ലോ. എന്നാൽ ഇവളെ കുറച്ച് മുന്നോട്ട് നടക്കുമ്പോ ഫ്രണ്ടില് അവനുണ്ട്. അവൻ ഇവളെ വെയിറ്റ് ചെയ്ത് നിൽക്കാണ്. വീണ്ടും ഇവളോട് കാറിൽ കയറാനായിട്ട് പറയുന്നു. ഇവളെ കയറില്ല എന്ന് തന്നെയാണ് പറയുന്നത്. പക്ഷേ ഫൂയാൻ ഇവളോട്, എന്നെ കൊണ്ട് നീ മൂന്നാമതൊരു വട്ടം പറയിപ്പിക്കരുത് എന്ന് പറയുമ്പോ പിന്നെ അവളും കയറുന്നു. പക്ഷെ അവന്റെ വണ്ടിയിൽ ഇപ്പോഴും ഇവരുടെ രണ്ടുപേരുടെയും ഫോട്ടോ തന്നെയാണ് ഉള്ളത്. അത് ഇവളായിട്ട് തന്നെ പണ്ട് ഇവന്റെ വണ്ടിയിൽ വെച്ചു കൊടുത്തതാണ്. ഇവൻ ഇതെന്താണ് എടുത്ത് മാറ്റാത്തതെന്ന് ഇവള് ആലോചിക്കുന്നുണ്ട്. പക്ഷെ അതിനെ പറ്റിയൊന്നും അവള് ഇവനോട് ചോദിക്കുന്നില്ല. കുറച്ച് കഴിയുമ്പോഴേക്കും ഇവള് താമസിക്കുന്ന സ്ഥലത്ത് അവൻ ഡ്രോപ്പ് ചെയ്യുന്നു. സോ ഇവളെ ഇറങ്ങാൻ തുടങ്ങുമ്പോൾ ഫൂയാൻ ഇവളോട്, നിന്റെ 2 എൻഗേജ്മെന്റ് പാർട്ടിയിലും ഞാൻ പങ്കെടുത്തിട്ടുള്ളതാണ്, അപ്പോ നീ എന്റെ ഇതിലും പങ്കെടുക്കണ്ടേ, നീ എന്തായാലും വരണം എന്ന് പറഞ്ഞിട്ട് അവന്റെ ഇൻവിറ്റേഷൻ ലെറ്റർ ഇവന് കൊടുക്കുമ്പോ ഇവളത് വാങ്ങാതെ, ഇല്ല എനിക്കൊന്ന് ജോലിയുണ്ട് എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നു. അപ്പോ ഫൂയാനാണെങ്കിൽ ആ ഒരു ഹോട്ടലിലെ മാനേജറിനെ വിളിച്ചിട്ട്, നിങ്ങൾ പറഞ്ഞതുപോലെ നിങ്ങളുടെ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ഞാൻ തയ്യാറാണ്, പക്ഷെ എനിക്ക് വേണ്ടി ഒരു സഹായം ചെയ്യണം എന്ന് പറഞ്ഞ് ഏൽപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ പിറ്റേന്ന് ഈ ഒരു മാനേജർ സാക്ഷിയെ വിളിപ്പിച്ച് ഫൂയാന്റെ വീട്ടില് കുറച്ചുനാൾ ജോലി ചെയ്യണം, അങ്ങോട്ടേക്ക് പോകാനായിട്ട് ഇവളോട് ആവശ്യപ്പെടുന്നു. പക്ഷേ സാക്ഷി അതിന് തയ്യാറാവുന്നില്ല. അവൾക്കതിന് ഒരു താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ ഇയാളിപ്പോ ഇങ്ങനെ പറയുന്നത് കൊണ്ട് ഇവള് ജോലി രാജിവെക്കാൻ പോവുകയാണ് എന്ന് പറയുന്നു. അപ്പോ ഇയാള് നേരത്തെ തന്നെ ഒരു പ്രത്യേകം തയ്യാറാക്കിയ കോൺട്രാക്ട് ബേസിലാണല്ലോ ഇവരെ കൊണ്ട് സൈൻ ചെയ്യിപ്പിച്ചിരിക്കുന്നത്. അതിൽ പറഞ്ഞിരിക്കുന്നത് ഇവളായിട്ട് ഈ ജോലി ഉപേക്ഷിക്കുകയാണെങ്കിൽ ഇവള് 50 ലക്ഷം പെനാൽറ്റി കൊടുക്കണം എന്നായിരുന്നു. സോ അത് ഇയാള് ഇവിടെ പ്രയോഗിക്കുന്നു. ഇവളുടെ കയ്യില് ഇപ്പോ അത്രയും പൈസയൊന്നും കൊടുക്കാൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ പിന്നെ നിവൃത്തിയില്ലാതെ ഇവള് അവന്റെ വീട്ടില് ജോലിക്കായിട്ട് എത്തുന്നു. ഇന്ന് മുതൽ ഇവള് ഇവിടുത്തെ സെർവന്റ് ആണ്. ഇവൾ അങ്ങോട്ടേക്ക് എത്തുമ്പോ അവന്റെ വീട്ടില് മറ്റൊരു പെണ്ണുണ്ട്. അവളുടെ പേര് ലിൻ എന്നാണ്. ഇവളുമായിട്ടുള്ള എൻഗേജ്മെന്റ് ആണ് ഇവന് നടക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഫൂയാൻ ഇപ്പോ വലിയ മൈൻഡൊന്നും സാക്ഷിയോട് കാണിക്കുന്നില്ല. സോ ഇവളോട്, മുകളിലുള്ള എന്റെ റൂം ഫുള്ള് ക്ലീൻ ചെയ്യണം, ഒരൊറ്റ പൊടി പോലും അവിടെ ഒന്നും ഉണ്ടാവാൻ പാടില്ല, എന്റെ വൈഫിന് അത് ഇഷ്ടമല്ല എന്ന് പറഞ്ഞ് ഇവര് നല്ല ജോഡികളായിട്ടാണ് ഇവളുടെ മുന്നിലുള്ളത്. അത് കണ്ട് ഇവൾക്ക് നല്ല അസൂയൊക്കെ തോന്നുന്നുണ്ട്. പക്ഷെ അവൾ ഒന്നും പറയാതെ ആ ഒരു റൂമൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് എത്തുന്നു. അവിടെ മറ്റൊരു സെർവന്റും കൂടിയുണ്ട്. അവളും ഇവൾക്ക് ക്ലീൻ ചെയ്യേണ്ടതൊക്കെ പറഞ്ഞു കൊടുക്കുന്നു. സത്യത്തില് ആ മുറിയില് ഫുള്ള് ഇവളുടെയും ഫൂയാന്റെയും ഫോട്ടോസ് ആണ്. മാത്രമല്ല ഇവള് കൊടുത്ത സമ്മാനങ്ങളും. അതിലെല്ലാം തന്നെ ഓരോ ഓർമ്മകൾ കാണുമല്ലോ. ഓരോ സമ്മാനങ്ങൾ കാണുമ്പോഴും അവൾക്ക് അതെല്ലാം തന്നെ ഓർമ്മ വരുന്നു. അതുകൊണ്ട് തന്നെ ഇവൾ ആ ഓരോ സമ്മാനങ്ങളൊക്കെ എടുത്തുകൊണ്ട് ഇവന്റെ അടുത്തേക്ക് ഓടിപ്പോകുന്നു. പക്ഷെ അപ്പൊ കാണുന്ന കാഴ്ച ഇവര് രണ്ടുപേരും കിസ് ചെയ്തുകൊണ്ട് നിൽക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇവള് താൻ ഒരുപാട് ലേറ്റ് ആയി പോയി എന്ന് മനസ്സിലാക്കി തിരിച്ചു പോകാൻ തുടങ്ങുമ്പോൾ കയ്യിലുള്ള ആ ഒരു പാവക്കുട്ടികളെ താഴെ വീഴുന്നു. പെട്ടെന്ന് ഇവൾ അത് എടുക്കാൻ തുടങ്ങുമ്പോഴേക്കും ഇവളുടെ കൈ അതിലെ തട്ടി മുറിയുന്നു. അത് കണ്ട് ഫൂയാൻ പെട്ടെന്ന് ഇവളുടെ അടുത്തേക്ക് വന്ന്, എന്റെ വെഡിങ് ആണ് ഉടൻ വരാൻ പോകുന്നത്, അത് നശിപ്പിക്കാനാണോ നിന്റെ ഉദ്ദേശം എന്ന് ചോദിക്കുമ്പോ ലിൻ ഇവളോട്, അയ്യോ ദേ ബ്ലഡ് വരുന്നു, ഞാൻ ബാൻഡേജ് എടുത്തു തരാം എന്ന് പറയുമ്പോ ഫൂയാൻ, നീ എന്തിനാ ഇവരുടെയൊക്കെ കാര്യങ്ങളിൽ ഇത്ര കെയർ കാണിക്കുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് അതിനെ സമ്മതിക്കാതെ ലിന്നിനെ വലിച്ചെടുത്തോണ്ട് പോകുന്നു. അവന്റെ ആ ഒരു മാറ്റങ്ങളൊക്കെ കാണുമ്പോൾ ഇവള് വളരെ വേദനയോടുകൂടിയാണ് നോക്കുന്നത്. അങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ അവൻ. നേരത്തെ അവൻ ഇവളുടെ പിന്നാലെ വരുമ്പോ ഇവളാണ് അവനെ അവോയ്ഡ് ചെയ്തിരുന്നെങ്കിൽ ഇപ്പോ ഫൂയാൻ തന്നെയാണ് ആ ഒരു അവോയ്ഡിങ് ഇവളോട് ചെയ്യുന്നത്. പക്ഷെ അതിനുശേഷം ഇവളുടെ റൂമിലോട്ട് വരുമ്പോൾ കാണുന്ന കാഴ്ച ഇവളുടെ ഡ്രസ് എല്ലാം തന്നെ വേറെ പറക്കിയിട്ട് ലിൻ നോക്കുന്നതാണ്. സത്യത്തില് അവൾ അത്ര പാവമൊന്നും അല്ല, അവന്റെ മുന്നിൽ മാത്രം അഭിനയിച്ചു നിൽക്കുന്നതാണ്. സോ ഇവളോട്, ഷൻ ഫാമിലിയിലെ 2ാമത്തെ പുത്രിക്ക് ഇപ്പോ നല്ല ഡ്രസ്സ് പോലും ഇല്ലാണ്ടായോ എന്ന് ചോദിച്ചിട്ട് മനഃപൂർവ്വം അവൾ അവിടെ വീണിട്ട് സാക്ഷി ഇവളെ തള്ളിയതാണ് എന്ന് വരുത്തി തീർക്കുന്നു. കിടന്ന് നിലവിളിക്കാണ്. ഫൂയാനും അങ്ങോട്ടേക്ക് വന്ന് ലിൻ പറയുന്നത് തന്നെയാണ് വിശ്വസിക്കുന്നത്. അപ്പോ സാക്ഷി, ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല, ഞാൻ അത്രക്കാരിയല്ലെന്ന് നിനക്കറിയില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഫൂയാൻ, നീ എത്രക്കാരിയാണെന്ന് എനിക്ക് നന്നായി
നന്നായിട്ട് അറിയാം. ഒരുത്തൻ ചത്തിട്ടും അവന്റെ പൈസയ്ക്ക് വേണ്ടി വിധവയായിട്ട് അഭിനയിക്കാൻ പോയവളല്ലേ നീ. പണത്തിന് വേണ്ടി നീ എന്നെ കളഞ്ഞിട്ട് അവന്റെ പിന്നാലെ പോയതല്ലേ. ഇനി മുതൽ ഈ വീട്ടിലുള്ള എല്ലാ വൃത്തികേടുകളും നീ തന്നെ ക്ലീൻ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ലിനിനെയും കൂട്ടിക്കൊണ്ടു പോകുന്നു. ഇവൾക്ക് അതൊക്കെ കേട്ട് നല്ല സങ്കടം ആവുന്നുണ്ട്. അവിടുത്തെ മറ്റേ സെർവന്റും ഇവളോട് സാറ് പറഞ്ഞത് കേട്ടില്ലേടി, വന്ന് ബാത്റൂം കഴുകാനായിട്ട് ഇവളോട് പറയുന്നു. അങ്ങനെ ഇവളും അതിപ്പോ കഴുകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ വീണ്ടും ഈ ഒരു സെർവന്റ് വന്ന് ഇവളോട് അവിടെ മാഡത്തിന്റെ ഗസ്റ്റ് ഒക്കെ വരുന്നുണ്ട്, പോയി അവർക്ക് വേണ്ടി ഫുഡ് പ്രിപ്പയർ ആക്കാനായിട്ട് പറയുന്നു. ഇവൾക്ക് നേരെ ചൊവ്വേ ഒന്ന് നിൽക്കാൻ പോലും പറ്റുന്നില്ല. എങ്കിലും ഇവള് എങ്ങനെയൊക്കെയോ അതിനായിട്ട് പോകുന്നു. ഈ ഒരു സെർവന്റിന് സാക്ഷിയോട് നല്ല വെറുപ്പുണ്ട്. അതിന് കാരണം അവളൊരു കോടീശ്വരി ആയിരുന്നല്ലോ. സോ ആ രീതിയിലുള്ള അസൂയയും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഇപ്പൊ ഇവളെ ഇങ്ങനെ ടോർച്ചർ ചെയ്യുന്നത്. അങ്ങനെ സാക്ഷിയും അവിടെ വന്നിട്ടുള്ള ഗസ്റ്റിനൊക്കെ ഫുഡ് ഉണ്ടാക്കി കൊണ്ടുവന്ന് കൊടുക്കുന്നു. പക്ഷെ അത് ഇവളോടൊപ്പം കോളേജിൽ പഠിച്ച സീനിയേഴ്സ് തന്നെയാണ്, നല്ല അസല് പൂവാലന്മാര്. ഇവളുടെ സ്വന്തം യൂണിവേഴ്സിറ്റിയിൽ തന്നെയാണ് പഠിച്ചത്. അതുകൊണ്ട് തന്നെ ഇവരൊക്കെ പുറകെ നടന്ന് ശല്യം ചെയ്ത സമയത്ത് നല്ലതുപോലെ ഇവൾക്ക് പണിഷ്മെന്റ് കൊടുക്കാനും സാധിച്ചിട്ടുണ്ട്. സോ ഇപ്പോ ഇവര് അതൊക്കെ വെച്ചിട്ട് ഇവളെ തിരിച്ചു പണിയാൻ കിട്ടിയ അവസരമാണല്ലോ. ഷൻ ഫാമിലിയിൽ തന്നെ ഇവളെ പുറത്താക്കിയിരിക്കുകയാണല്ലോ. മാത്രമല്ല ഫൂയാൻ വിവാഹം ചെയ്യാൻ പോകുന്നത് ഇയാളുടെ സിസ്റ്ററേയുമാണ്. അതുകൊണ്ട് തന്നെ ഇവളോട് വന്ന് പണ്ട് എനിക്ക് നടക്കാൻ പറ്റാതെ പോയ കാര്യ, ഇപ്പൊ നിന്റെ കാമുകൻ കല്യാണം കഴിക്കാൻ പോകുന്നത് എന്റെ സിസ്റ്ററെയാണ്, നീ മനസ്സ് വെച്ചാല് ഞാൻ നിന്നെ സ്വീകരിച്ചോളാം എന്ന് ഇവളോട് പറയുന്നു. പക്ഷെ അവര് പറയുന്ന ടോണൊക്കെ വേറൊരു രീതിയിലാണ്. അതുകൊണ്ട് തന്നെ ഇവൾക്ക് നല്ല ദേഷ്യം വരുന്നു. സോ ഇവള് പ്രതികരിക്കുന്നു. പക്ഷെ ഇവരെല്ലാം ഒറ്റക്കെട്ടായിട്ട് നിന്ന് ഇവളെ ക്രൂരമായിട്ട് ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ കറക്റ്റ് സമയത്ത് ഫൂയാൻ അങ്ങോട്ടേക്ക് വന്ന് അത് തടയുന്നു. പക്ഷെ ഉടനെ തന്നെ ഈ പെണ്ണിന്റെ സഹോദരൻ എന്ത് മോശം സെർവൻസിനെയാണ് ഇവിടെ അപ്പോയിന്റ് ചെയ്തേക്കുന്നത്. ഇവള് പറയുന്നത് എന്റെ പെങ്ങൾക്ക് നിങ്ങളുടെ വൈഫ് ആവാനുള്ള ഒരു യോഗ്യതയുമില്ല എന്നാണ്. എന്റെ സിസ്റ്റർ നിങ്ങളെ വളച്ചെടുത്തതാണത്രേ, ഇവളായിരുന്നു എന്റെ സഹോദരിയേക്കാൾ ബെറ്റർ എന്നൊക്കെയാണ് പറയുന്നത് എന്ന് പറയുമ്പോൾ അത് കേട്ട് ഫൂയാൻ ലിനിനോട് ക്ഷമ ചോദിക്കാനായിട്ട് സാക്ഷിയോട് പറയുന്നു. പക്ഷെ അവൾ ആ കാര്യങ്ങൾ ഒന്നും തന്നെ പറഞ്ഞിട്ടില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഞാൻ എന്തിന്റെ ക്ഷമ ചോദിക്കണം എന്ന് പറയുമ്പോൾ ഫൂയാൻ പെട്ടെന്ന് അവരുണ്ടായിരുന്ന വെള്ളം എടുത്ത് ഇവളുടെ തലയിലോട്ട് ഒഴിച്ചിട്ട് നീ എന്റെ ഫിയാൻസിയാണ് ഇൻസൾട്ട് ചെയ്യാൻ ശ്രമിച്ചത്, മര്യാദയ്ക്ക് അവളോട് ക്ഷമ ചോദിക്കാനായിട്ട് പറയുന്നു. പക്ഷെ ഇവൾക്ക് ഇപ്പൊ ഇവൻ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് കാണുമ്പോൾ ഇവൻ അവന്റെ ജീവൻ പോലും കളഞ്ഞ് അവളെ രക്ഷപ്പെടുത്തിയ ആ ഒരു നിമിഷങ്ങളാണ് ഓർമ്മയിലോട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ ശരി ഞാൻ ക്ഷമ ചോദിച്ചേക്കാം എന്ന് പറഞ്ഞിട്ട് ലിനിനോട് ക്ഷമ ചോദിക്കുന്നു. എന്നിട്ട് ഫൂയാനോട് നിനക്കിപ്പോ സമാധാനമായില്ലേ, ഹാപ്പി അല്ലേ എന്ന് ചോദിക്കുന്നു. അപ്പോ ഈ ലിൻ ഫൂയാനോട് എനിക്ക് ഇനി ഇവളെ ഇവിടെ കാണണ്ട ബേബി, ഇവളെ ഇവിടെ നിന്ന് പറഞ്ഞു വിട് എന്ന് പറയുമ്പോൾ ഫൂയാനും എന്റെ ഫിയാൻസി പറഞ്ഞത് കേട്ടില്ലേ, ഇവൾക്ക് നിന്നെ ഇനി ഇവിടെ കാണണ്ടായെന്ന് ഇറങ്ങി പോവാനായിട്ട് പറയുന്നു. സോ സാക്ഷിയും ഇപ്പോ അവിടെ നിന്ന് ഇറങ്ങിയിരിക്കുകയാണ്. അവളിപ്പോ ഒരുപാട് തകർന്നിരിക്കുകയാണ്. കാരണം അവൻ ഇവളോട് ഇത്രയും മോശമായിട്ട് പെരുമാറുമെന്ന് ഇവളെ വിചാരിച്ചിട്ടില്ലല്ലോ. അവളെപ്പോഴും അവനെ അവോയ്ഡ് ചെയ്തുകൊണ്ടിരുന്നത് അവന്റെ നല്ലതിന് വേണ്ടി മാത്രമായിരുന്നു. പക്ഷെ ഫൂയാന്റെ ഭാഗത്ത് നിന്ന് ആ ഒരു അവോയ്ഡിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ ഇവൾക്കത് താങ്ങാനേ ആവുന്നില്ല. ഇവള് മുന്നേ തന്നെ ടയേർഡ് ആയിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ നിൽക്കാൻ പോലും ആവാതെ അവൾ ആ റോഡിൽ വീണു പോകുന്നു. പക്ഷെ കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ ഫൂയാൻ ഇവളുടെ അടുത്തേക്ക് വരുന്നു. എന്നിട്ട് ഇവൻ തന്നെയാണ് അവളെ അവിടെ നിന്ന് എടുത്തോണ്ട് പോകുന്നത്. അതിനുശേഷം പിറ്റേന്ന് ഇവൾക്ക് ബോധം വരുമ്പോൾ ഇവള് താമസിക്കുന്ന ആ ഒരു റൂമിലാണ് ഇപ്പോൾ ഉള്ളത്. അവിടെ ഒരു സ്ലിപ്പൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അത് കാണുമ്പോൾ തന്നെ ഇവൾക്ക് മനസ്സിലാവുന്നുണ്ട് തന്നെ രക്ഷപ്പെടുത്തി ഇന്നലെ ഈ റൂമിൽ കൊണ്ടെത്തിച്ചത് ഫൂയാനാണ് എന്ന്. അപ്പോഴേക്കും പുറത്ത് ആരോ ഡോറിൽ മുട്ടാണ്. അതുകൊണ്ട് തന്നെ ഇവൾ അത് ഫൂയാനായിരിക്കും എന്ന് വിചാരിച്ച് വളരെ സന്തോഷത്തിൽ ഡോറ് തുറക്കുന്നു. പക്ഷെ വന്നിരിക്കുന്നത് ഇവര് രണ്ടുപേരുമാണ്. ഇവളെ കൂട്ടിക്കൊണ്ടു പോവാനൊന്നല്ല വന്നിരിക്കുന്നത്. ഇവരുടെ രണ്ടുപേരുടെയും കമ്പനി ഇപ്പോൾ കുറച്ച് മോശം അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. അതിന് കാരണക്കാരൻ മറ്റാരുമല്ല ഫൂയാനാണ്. സോ അവനോട് പറഞ്ഞ് ഇവരെ രണ്ടുപേരെയും ടാർഗറ്റ് ചെയ്യരുതെന്ന് റിക്വസ്റ്റ് ചെയ്യണം, അവരുടെ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇപ്പോൾ ഇവളുടെ കാല് വന്ന് ഇവര് പിടിക്കുന്നത്. ഫൂയാൻ ഇപ്പോൾ അത്രയും വലിയൊരു നിലയിലാണ് എന്ന് ഇവൾക്കും വിശ്വസിക്കാനാവുന്നില്ല. കാരണം ഇവള് അതൊന്നും അറിഞ്ഞിരുന്നില്ലല്ലോ. അവന്റെ കമ്പനി നല്ല ക്ലിക്ക് ആയിരിക്കാണ്. പക്ഷെ ഇവര് പറയുന്നതിനോട് സാക്ഷി യോജിക്കുന്നില്ല. ഞാനും അവനുമായിട്ടുള്ള ബന്ധമൊക്കെ ഉപേക്ഷിച്ചതാണ്, മാത്രമല്ല നിങ്ങളൊക്കെ ചേർന്ന് എന്നെ ഒരു വിധവയാക്കാൻ ശ്രമിച്ചതല്ലേ എന്ന് ചോദിക്കുമ്പോൾ അലക്സിന്റെ ഫാദർ അയ്യോ മോളെ അതൊക്കെ ഒരു തമാശയായിട്ട് കണ്ടാ മതി, ഇനി എന്തായാലും അങ്കിൾ അതിനൊന്നും കൂട്ടു നിൽക്കില്ല, ഞാൻ അങ്ങനെയൊന്നും ചെയ്യില്ല മോളെ, ഈ കാര്യം എങ്ങനെയെങ്കിലും ഫൂയാനോട് പറഞ്ഞു ഒന്ന് ശരിയാക്കി തരണം എന്ന് പറയുമ്പോൾ ഇവര് പറയുന്നത് കേൾക്കാൻ തയ്യാറാവുന്നില്ല. പക്ഷെ അവര് ഒരുപാട് റിക്വസ്റ്റ് ചെയ്യുമ്പോൾ ഇതല്ലാണ്ട് ഞങ്ങൾക്ക് സൂയിസൈഡ് മാത്രമേ നിവർത്തിയുള്ളൂ എന്ന് പറയുമ്പോൾ ഇവളും അവനോട് സംസാരിക്കാം എന്നൊരു വാക്ക് കൊടുക്കുന്നു. അങ്ങനെ അതിനുശേഷം ഇപ്പോൾ ഇവള് ഫൂയാനെ കാണാനായിട്ട് അവന്റെ കമ്പനിയിലേക്ക് വന്നിരിക്കുകയാണ്. പക്ഷെ അവൾക്ക് ഇവനെ ഫേസ് ചെയ്യാനേ വയ്യ. അതുകൊണ്ട് തന്നെ ഇവൾ അതിനുവേണ്ടി പ്രിപ്പയർ ആയിക്കൊണ്ട് നിൽക്കുന്ന സമയം തന്നെ ഫൂയാൻ ഇവളുടെ അടുത്തേക്ക് വരുന്നു. എന്റെ കമ്പനി കാര്യങ്ങളെ സംസാരിക്കാനാണ് ഞാനിപ്പോ വന്നിരിക്കുന്നത് എന്ന് പറയുമ്പോൾ ഇവൻ ഇവളുടെ അടുത്തേക്ക് വന്ന് ഇപ്പൊ ഫുഡ് കഴിക്കേണ്ട സമയമാണ്, നമുക്ക് പിന്നീട് അതിനെ കുറിച്ച് സംസാരിക്കാം എന്ന് പറഞ്ഞ് ഇവളെ ഫുഡ് കഴിക്കാനായിട്ട് വിളിക്കുന്നു. പക്ഷെ ഇവളൊന്നും മടിക്കുന്നുണ്ട് അവനോടൊപ്പം പോവാൻ. അപ്പൊ ഫൂയാൻ ഞാൻ നിന്നെ ഫോഴ്സ് ചെയ്യില്ല
എന്ന് പറഞ്ഞിട്ട് പോകുമ്പോ ഇവളും പിന്നെ ഇവന്റെ കൂടെ തന്നെ ചെല്ലുന്നു. അങ്ങനെ അവരിപ്പോ ഫുഡ് കഴിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്. ഞാൻ ഷൻ ഫാമിലിയെ കുറിച്ച് പറയാനാണ് വന്നത്. നിനക്ക് എന്നോട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് എന്നോട് തീർത്താൽ മതി. എന്നെ അടിക്കോ കൊല്ലോ എന്ത് വേണമെങ്കിലും ചെയ്യാം, പക്ഷെ ആ പകയൊന്നും എന്റെ കമ്പനിയോട് കാണിക്കരുത് എന്ന് പറയുമ്പോ ഫുയാൻ, നീ പറയുന്നത് പോലെയൊക്കെ ഞാൻ കേൾക്കണമെങ്കിൽ ഞാൻ പറയുന്നത് പോലെ നീയും എനിക്ക് വേണ്ടി 3 കാര്യങ്ങൾ ചെയ്യണം എന്ന് പറയുമ്പോ ഇവളത് എന്താണെന്ന് ചോദിക്കുന്നു. പക്ഷെ അവൻ അപ്പം മറുപടി പറയുന്നില്ല. സമയമാകുമ്പോ അതിന്റേതായ വഴിക്ക് ഞാൻ തന്നെ പറഞ്ഞോളാം, എന്തായാലും ആരെയും കൊല്ലാനോ കത്തിക്കാനോ ഒന്നും അല്ല പറയുന്നത് എന്ന് പറയുമ്പോ ഇവളും ഓക്കെ പറയുന്നു. സോ ഇവനിപ്പോ വീണ്ടും ഇവളെ അവന്റെ വീട്ടിലേക്ക് വരാനായിട്ട് പറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോ അവന്റെ വീട്ടിലേക്ക് അവളും എത്തുന്നു. എന്നെ എന്തിനാ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത് എന്നിവളെ ചോദിക്കുമ്പോ ഇവൻ അവൾക്കൊരു ടേപ്പ് കൊടുത്തിട്ട് അവന്റെ മെഷർമെന്റ് എടുക്കാനായിട്ട് പറയുന്നു. അപ്പൊ ഇവനിനി ഇവന്റെ എൻഗേജ്മെന്റിനായിട്ടുള്ള ഡ്രസ്സിന് വല്ലതും ആയിരിക്കോ എന്ന് വിചാരിച്ച്, ഇല്ല എനിക്കൊന്നും പറ്റില്ല എന്ന് പറയുമ്പോ അവൻ നിർബന്ധിച്ച് ഇവളെ കൊണ്ട് അത് ചെയ്യിപ്പിക്കുന്നു. അങ്ങനെ ഇവളും അവന്റെ മെഷർമെന്റ് ഒക്കെ എടുക്കുന്നു. അപ്പോ ഇവൻ ഇതെനിക്കുള്ള വെഡിങ് സ്യൂട്ടിന് വേണ്ടിയാണ് എന്ന് പറയുമ്പോ ഇവളുടെ കിളി പോകുന്നു. അവന്റെ വിവാഹത്തിന് വേണ്ടിയിട്ടുള്ള ഡ്രസ്സ് ഇവള് തന്നെ വേണം ഡിസൈൻ ചെയ്യാൻ എന്നാണ് ഇവൻ പറയുന്നത്. ഒരു നിമിഷം അവളൊന്ന് സ്റ്റക്ക് ആവുന്നുണ്ടെങ്കിലും ശരി ഞാൻ തന്നെ പ്രിപ്പയർ ആക്കാം എന്ന് പറഞ്ഞ് അവള് ആ ഒരു സ്യൂട്ട് അവന് വേണ്ടി തയ്യാറാക്കുന്നു. അങ്ങനെ അവള് അതിന്റെ പണിയെല്ലാം തീർത്ത് ഇവന് കൊടുക്കുമ്പോ ഇവനും അത് ഇഷ്ടപ്പെടുന്നു. അപ്പോ സാക്ഷി ഇവനോട്, നീ ശരിക്കും ആ ലിനിനെ വിവാഹം ചെയ്യാൻ പോവാണോ? അവൾ അത്ര ശരിയായിട്ട് എനിക്ക് തോന്നുന്നില്ല, അവൾക്ക് 2 മുഖമുണ്ട് എന്ന് പറയുമ്പോ ഫുയാൻ, അതൊന്നും എനിക്ക് പ്രശ്നമല്ല, ഇപ്പൊ എനിക്ക് അവളാണ് എന്റെ ഫേവറേറ്റ് പേഴ്സൺ, അവൾ എന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്, എനിക്ക് അത് മതി എന്ന് പറയുമ്പോ പിന്നെ സാക്ഷിയും ഒന്നും പറയാനായിട്ട് പോകുന്നില്ല. അവനെല്ലാം തീരുമാനിച്ചു നിൽക്കുമ്പോ ഇവള് പറഞ്ഞിട്ടും കാര്യമില്ലല്ലോ. ആ ഒരു വെഡിങ്ങിന് വേണ്ടി ഇവന് ഡ്രസ് പ്രിപ്പയർ ആക്കുക എന്നുള്ളതായിരുന്നു ഇവളുടെ ഫസ്റ്റ് ടാസ്ക്. രണ്ടാമത്തെ ടാസ്ക് ആയിട്ട് ഇവൻ കൊടുക്കുന്നത് എനിക്ക് ലിനിനെ പ്രപ്പോസ് ചെയ്യണം, അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കാൻ പറയുന്നു. സോ ഇവള് വീണ്ടും ശരി എന്ന് പറഞ്ഞ് അവന് വേണ്ടി അതെല്ലാം അറേഞ്ച് ചെയ്യുന്നു. അവനും അത് നല്ല രീതിയിൽ തന്നെ ഇഷ്ടപ്പെടുന്നു. അതിനുശേഷം ലാസ്റ്റ് ടാസ്ക് ആയിട്ട് ഞാൻ എന്താ ചെയ്യേണ്ടത് എന്ന് സാക്ഷി ചോദിക്കുമ്പോൾ ഫുയാൻ ഇവളോട് അവന്റെ ഫിയാൻസിക്ക് വെഡിങ്ങിന് ഇടാനുള്ള ഡ്രസ്സ് എല്ലാം തന്നെ ഇപ്പൊ അവിടെ എത്തിച്ചിട്ടുണ്ട്, അതിലേതാണ് അവൾക്ക് ചേരുന്നതെന്ന് എനിക്ക് കണ്ടുപിടിക്കണം, അതിന് എന്നെ ഒന്ന് നീ ഇതൊക്കെ ഇട്ടുകൊണ്ട് വന്ന് സഹായിക്കാനായിട്ട് പറയുന്നു. അങ്ങനെ ഇവളും അതിനും ശരി എന്ന് പറഞ്ഞ് ആ ഒരു ഡ്രസ്സ് എല്ലാം തന്നെ ഇട്ടുകൊണ്ട് വന്ന് കാണിക്കുന്നു. ആദ്യം ഇവൾ ഇട്ടുകൊണ്ട് വരുന്നത് അവന് ഇഷ്ടപ്പെടുന്നില്ല, പക്ഷെ രണ്ടാമത് ഇട്ടുകൊണ്ട് വരുന്നത് ഇവനെ ഇഷ്ടപ്പെടുന്നു. എന്നാൽ അത് ഇവരുടെ വെഡിങ് ഡ്രസ്സ് ആയിരുന്നല്ലോ, അതുകൊണ്ട് തന്നെ ഇല്ല ഇത് ശരിയാവില്ല, ലിനിന്റെ ബോഡിക്ക് ഈ ഒരു മോഡൽ മാച്ച് ആവില്ല എന്ന് പറയുമ്പോൾ ഫുയാൻ ഇവളുടെ അടുത്തേക്ക് വരുന്നു. അപ്പോ നിങ്ങൾ പറഞ്ഞ 3 ടാസ്ക് ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്, ഇനിയെങ്കിലും ആ 2 കമ്പനികളും വെറുതെ വിട്ടേക്ക് എന്ന് പറയുമ്പോൾ ഇവൻ, പറ്റില്ല, എനിക്ക് വേണ്ടി നീ ഒരു ടാസ്ക് കൂടെ ചെയ്തേ പറ്റൂ എന്ന് പറയുമ്പോൾ ഇനി ഡ്രസ്സ് മാറ്റിയാലല്ലേ ഇവരുടെ ആ ഒരു വിവാഹത്തിന് യൂസ് ചെയ്യാൻ സാധിക്കും, അതുകൊണ്ട് തന്നെ അത് മാറ്റാനായിട്ട് പോകാൻ തുടങ്ങുമ്പോൾ ഫുയാൻ ഇവളെ പിടിച്ചു നിർത്തി, എന്റെ പ്രധാനപ്പെട്ട ടാസ്ക് ഞാൻ ഇതുവരെ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് പ്രപ്പോസ് ചെയ്യാനുള്ള റിംഗ് എടുക്കുന്നു. അപ്പോ ഇവൾ അത് കണ്ട് ഇതും റിഹേഴ്സൽ ചെയ്യാൻ വേണ്ടിയിട്ടാണോ എന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് ഇവൻ ഇവളെ കിസ് ചെയ്യുന്നു. എന്നിട്ട് ഇവളോട് നിനക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ട്, ഞാനൊരിക്കലും എന്റെ മനസ്സിൽ നിന്ന് നിന്നെ എടുത്ത് കളഞ്ഞിട്ടില്ല, ലിന്നുമായിട്ടുള്ള എൻഗേജ്മെന്റ് ഒക്കെ ഫേക്ക് ആണ്, എല്ലാവരും നിന്നെ എന്റെ മുന്നിൽ വെച്ച് അപമാനിച്ചപ്പോ എനിക്കൊന്നും ചെയ്യാൻ സാധിച്ചില്ല, നീ എന്നെ അടുത്തോട്ട് പോലും അടുപ്പിച്ചില്ല, പിന്നെ ഞാൻ ഇത്രയെങ്കിലും ചെയ്യണ്ടേ എന്ന് പറയുമ്പോൾ ഇവൾക്ക് സമാധാനാവാണ്. അതുകൊണ്ട് തന്നെ ഇവനോട് എങ്കില് ഞാൻ തന്നെ പ്രപ്പോസ് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ഇവള് തന്നെ ആ ഒരു റിംഗ് വാങ്ങിയിട്ട് ഇവനെ പ്രപ്പോസ് ചെയ്യുന്നു. അവനും ആ ഒരു പ്രപ്പോസൽ അക്സെപ്റ്റ് ചെയ്യുമ്പോൾ ഇവള് ആ ഒരു റിംഗ് അവനെ ഇട്ടുകൊടുക്കുന്നു. അപ്പോ ഇവള് വളരെ ഇമോഷണൽ ആയിട്ട് ഇവനോട്, ഞാൻ പേടിച്ചുപോയി, നിന്നെ എനിക്ക് എന്നേക്കുമായിട്ട് കൈവിട്ടു പോയെന്നാണ് ഞാൻ വിചാരിച്ചത്, എല്ലാം എന്റെ തെറ്റുകൊണ്ട് തന്നെയാ എന്ന് പറയുമ്പോൾ ഇവനും, നീ അലക്സിനെ വിവാഹം ചെയ്യാൻ പോയ സമയത്ത് തലേന്ന് രാത്രി തന്നെ ഞാനൊരു സ്വപ്നം കണ്ടിരുന്നു, നമ്മൾ രണ്ടുപേരും ഒരു തീപിടുത്തത്തിൽ മരണപ്പെടുന്നതായിട്ട്, അതുകൊണ്ടാണ് മുൻകൂട്ടി തന്നെ ഞാനന്ന് ഫയർഫോഴ്സിനെ എല്ലാം അവിടെ അറേഞ്ച് ചെയ്തത്, പക്ഷെ അതൊരിക്കലും അങ്ങനെയൊക്കെ ആയിത്തീരുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ ഇവളും, അതൊക്കെ നമ്മുടെ പാസ്റ്റ് ലൈഫിൽ നടന്ന കാര്യങ്ങൾ തന്നെയാണ് എന്ന് പറയുന്നു. അപ്പോ ഇവനും അതൊക്കെ മനസ്സിലാവുന്നുണ്ട്, കാരണം അവനും ദിവസങ്ങളോളം തന്നെ ഇവരുടെ ലൈഫിൽ നടന്ന പല കാര്യങ്ങളും, പാസ്റ്റിൽ നടന്ന പല കാര്യങ്ങളും സ്വപ്നങ്ങളായിട്ട് കണ്ടിട്ടുണ്ട്. സോ ഇവര് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇവരുടെ സേഫ്റ്റിക്കൊക്കെ ആയിട്ടാണല്ലോ നിലനിന്നത്, അതുകൊണ്ട് തന്നെ ഇപ്പോ അവര് അതെല്ലാം മനസ്സിലാക്കി ഇവർക്ക് ഒരിക്കലും ഇനി പിരിയാനാവില്ല എന്ന് തിരിച്ചറിയുന്നു. അതുകൊണ്ട് തന്നെ അവര് വീണ്ടും ഒന്നിക്കുകയാണ്. എല്ലാ പ്രശ്നങ്ങളും മാറ്റി, മറ്റേ ആ ഒരു എൻഗേജ്മെന്റും കാര്യങ്ങളും എല്ലാം തന്നെ ഫേക്ക് ആയിരുന്നു, ഇവൻ ഇവളെ പറ്റിക്കാൻ വേണ്ടി ഇവന്റെ നിർദ്ദേശപ്രകാരം തന്നെ അഭിനയിച്ചവരാണ് അതെല്ലാം. അങ്ങനെ അതിനുശേഷം ഇവര് രണ്ടുപേരും ഇവളുടെ അച്ഛനെ കാണാനായിട്ട് എത്തിയിരിക്കുകയാണ്. അയാള് നല്ല ടെൻഷനിലാണ് ഉള്ളത്. ഇവനെ പുറത്ത് നിർത്തിയിട്ട് സാക്ഷി മാത്രമാണ് അച്ഛനെ കാണാനായിട്ട് ചെല്ലുന്നത്. അപ്പോ ഇയാള്, എന്തായി മോളെ, അവൻ കാര്യങ്ങളൊക്കെ സമ്മതിച്ചോ എന്ന് ചോദിക്കുമ്പോ ഇവള്, ഇല്ല അച്ഛാ, ഫുയാൻ സമ്മതിക്കണമെങ്കിൽ അച്ഛൻ അവൻ ആദ്യമായിട്ട് വീട്ടിൽ വന്നപ്പോ അവന്റെ തല്ലിയത് ഓർമ്മയില്ലേ, അതുപോലെ ഇപ്പൊ സ്വയം തല്ലി ക്ഷമ ചോദിക്കണമെന്നാ പറയുന്നത് എന്ന് പറയുമ്പോ ഇയാൾ ആദ്യം കേൾക്കുന്നില്ല, പക്ഷേ നിവൃത്തിയുടെ കൊണ്ട് അയാൾക്കത് ചെയ്യേണ്ടി വരുന്നു. സ്വയം തല്ലി ക്ഷമ ചോദിക്കുന്നു. ഇവളെ വീഡിയോ എടുക്കുന്ന പോലെ
നിൽക്കുന്നുണ്ട്. പക്ഷെ അയാളോട് അയാൾ അത് ചെയ്ത് കഴിഞ്ഞിട്ട് അയ്യോ അച്ഛാ ഞാനിത് റെക്കോർഡർ ഓണാക്കാൻ മറന്നുപോയി, ഒന്നോട് ചെയ്യോ എന്ന് ചോദിക്കുമ്പോൾ അയാൾക്ക് ദേഷ്യം വന്ന് ഇവളെ തല്ലാനായിട്ട് വരുന്നു. എന്നാൽ അപ്പോഴേക്കും ഫൂയാൻ അങ്ങോട്ടേക്ക് വന്ന് തകർന്ന് തരിപ്പണാവാനിരിക്കുന്ന നിങ്ങൾക്ക് ഇത്ര ധൈര്യോ, ദേഷ്യത്തിനൊന്നും ഒരു കുറവുമില്ലല്ലോ എന്ന് ചോദിച്ചുകൊണ്ട് അങ്ങോട്ട് വരുന്നു. അപ്പോ ഇയാൾ വളരെ റെസ്പെക്ടോട് കൂടി ഫൂയാനോട് അയ്യോ മിസ്റ്റർ ഫൂയാൻ നിങ്ങൾ ഇങ്ങോട്ട് വന്നായിരുന്നോ, ഇത് നിങ്ങൾ വിചാരിക്കുന്ന പോലെയൊന്നും അല്ല, നിങ്ങൾ എങ്ങനെയെങ്കിലും എന്റെ കമ്പനി ഒന്ന് രക്ഷപ്പെടുത്തണം, നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പിന് ഞാൻ ഇനി ഒരെതിരും നിൽക്കുന്നില്ല, നിങ്ങൾക്ക് സുഖമായിട്ട് ജീവിക്കാം, വേണമെങ്കിൽ എനിക്ക് 3 പെൺമക്കള് വേറൊരു വഴിയിലും കൂടി ഉണ്ട്, അവര് ഇവളെക്കാല് ചെറുപ്പവും സുന്ദരികളുമാണ് എന്ന് പറഞ്ഞ് ഇയാളുടെ മക്കളെ വിറ്റിട്ടായാലും കുഴപ്പമില്ല, തനിക്ക് തന്റെ കമ്പനിയും സ്വത്തും മതി എന്ന് പറയുമ്പോൾ ഫൂയാൻ ഇയാൾക്ക് അത് കേട്ട് നല്ല തുറണം കൊടുക്കുന്നു. എന്നിട്ട് ഇയാളോട് ഞാൻ നിങ്ങളുടെ കമ്പനി രക്ഷപ്പെടുത്തണമെങ്കിൽ ഷൻ ഗ്രൂപ്പിന്റെ മുഴുവൻ പ്രോപ്പർട്ടീസും സാക്ഷിയുടെ പേരിലേക്ക് മാറ്റണം എന്ന് പറയുന്നു. പക്ഷെ അയാൾ അതിന് സമ്മതിക്കുന്നില്ല. ഇവൾക്ക് അത്രയും വലിയ കമ്പനി നോക്കി നിർത്താനൊന്നും സാധിക്കില്ല, എക്സ്പീരിയൻസും ഇല്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുമ്പോൾ ഇവള് എക്സ്പീരിയൻസ് ഒരുപാട് ഉണ്ടായിട്ടായിരിക്കും കമ്പനി ഇപ്പോൾ നിങ്ങളെ തരിപ്പണാക്കി കളഞ്ഞത് എന്ന് ചോദിക്കുന്നുണ്ടെങ്കിലും അയാൾ അതിന് സമ്മതിക്കുന്നില്ല. പക്ഷെ ഇയാളെ കൊണ്ട് നിർബന്ധിച്ച് അത് ചെയ്യിപ്പിക്കാനുള്ള എല്ലാ വഴിയും ഇപ്പൊ ഫൂയാൻ അറിയാം. അതുകൊണ്ട് തന്നെ സാക്ഷിയും അച്ഛനോട് അച്ഛ എല്ലാം ഇങ്ങനെ എഴുതി തന്നേക്ക്, അച്ഛൻ വിഷമിക്കണ്ട, എന്തായാലും മാസാമാസം ജീവിച്ചു പോകാനുള്ള പൈസ ഞാൻ അച്ഛന്റെ അക്കൗണ്ടിലേക്ക് ഇട്ടേക്കാം എന്ന് പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും അവിടെ നിന്ന് പോകുന്നു. എന്നിട്ട് അയാളെ നിർബന്ധിച്ച് അയാളുടെ മുഴുവൻ പ്രോപ്പർട്ടീസും നമ്മുടെ സാക്ഷിയുടെ പേരിലേക്ക് മാറ്റുന്നു. ഇപ്പോ ഇവളുടെ കമ്പനി വളരെ മോശം അവസ്ഥയിലാണല്ലോ ഉള്ളത്, അതിന് പുരോഗതി വേണമെങ്കിൽ ആരെങ്കിലും ഒരാളെ ഇൻവെസ്റ്റ് ചെയ്യണം. അതുകൊണ്ട് തന്നെ ഇപ്പോ ഫൂയാൻ അവന്റെ കമ്പനിയുടെ പകുതി ഷെയർസും ഇവൾക്ക് കൊടുക്കുന്നു. അപ്പോ സാക്ഷി ഇവനോട് അത് കുറച്ച് കൂടുതലല്ലേ, നീ നിന്റെ സമ്പാദ്യം മുഴുവൻ എനിക്ക് തരികയാണോ എന്ന് ചോദിക്കുമ്പോൾ ഇവളോട് ഞാനറിയാതെ എനിക്ക് വേണ്ടി നീ ഫുഡ് കഴിക്കാൻ ഒരുപാട് പൈസ പേ ചെയ്തിട്ടുള്ളതല്ലേ, അതിനൊക്കെ പ്രത്യുപകാരം ചെയ്യാനുള്ള വഴി ഇങ്ങനെയാണെന്ന് ഞാൻ കരുതിക്കൊള്ളാം എന്ന് ഇവളോട് പറയുന്നു. ഇവനൊരു നോർമൽ ഫാമിലിയിൽ നിന്ന് വന്നതാണല്ലോ, അതുകൊണ്ട് തന്നെ പഠിക്കുന്ന സമയങ്ങളിൽ ഇവന്റെ മുഴുവൻ കാര്യങ്ങളും ചെലവുകളും എല്ലാം നോക്കിയിരുന്നത് ഇവളാണ്. പക്ഷെ അവൻ അറിയാതെ, എന്നാൽ അവൻ അതെല്ലാം തന്നെ അറിയാമായിരുന്നു. അങ്ങനെ അതിനുശേഷം ഇവന് ഒരു അർജന്റ് കാര്യമുണ്ട്, നീ ഇവിടെ നിൽക്കാൻ ഞാൻ പോയി വണ്ടി എടുത്തിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് ഇവൻ കാർ എടുക്കാനായിട്ട് അവിടെ നിന്ന് പോകുന്നു. എന്നാൽ അപ്പോഴേക്കും ആ ഒരു ലിനിന്റെ ചേട്ടൻ വീണ്ടും വന്നിരിക്കുകയാണ്. ഇവളുടെ കമ്പനി ഇപ്പോ ഒന്നും ഇല്ലാത്ത അവസ്ഥയിൽ നിൽക്കാണ് എന്നാണ് ഇവൻ വിചാരിക്കുന്നത്. നീ എന്നോടിപ്പോ സഹകരിച്ചു കഴിഞ്ഞാൽ ഞാൻ നിന്റെ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യാം എന്ന് പറഞ്ഞിട്ടാണ് കൊഞ്ചിക്കൊണ്ട് വരുന്നത്. പക്ഷെ കഴിഞ്ഞ തവണ ഇവൻ ഓരോന്നും മോശം പറഞ്ഞ് ഇവളുടെ അടുത്തേക്ക് വന്നപ്പോ ഇവൾക്ക് നല്ലത് തിരിച്ചു കൊടുക്കാൻ സാധിച്ചില്ലായിരുന്നല്ലോ. സോ ആ ഒരു വിഷമം മാറ്റാനായിട്ട് ഇപ്പോ ഇവൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ചെല്ലുമ്പോ ഇവന് നല്ലത് കൊടുക്കുന്നു. എന്നാൽ അപ്പോഴേക്കും ഫൂയാനും കാർ എടുത്തോണ്ട് അങ്ങോട്ടേക്ക് വരുന്നു. ഇവൻ സാക്ഷിയെ ബുദ്ധിമുട്ടിക്കുന്നത് കണ്ട് ഫൂയാൻ ആ ഒരു കാറിന് ബ്രേക്ക് ഇടുന്നില്ല, നേരെ വന്ന് ഇവന് കൊടുക്കേണ്ടത് കൊടുക്കുന്നു, ഇടിച്ചിടാണ്. അതിനുശേഷം ഇവളെ അവിടെ നിന്ന് അവൻ കൂട്ടിക്കൊണ്ട് പോകുന്നു. അതിനുശേഷം ഇവനൊരു അർജന്റ് കാര്യം ഉണ്ട് എന്ന് പറഞ്ഞാണല്ലോ ഇപ്പോ വന്നിരിക്കുന്നത്. അത് മറ്റൊന്നുമല്ല, ഇവര് ലീഗലി ഇപ്പോ മാരീഡ് ആവാനാണ് വന്നിരിക്കുന്നത്. അങ്ങനെ അവരുടെ മാരേജ് രജിസ്റ്റർ ചെയ്യുന്നു. ഇവർ ഒരുപാട് നാളായിട്ട് ആഗ്രഹിച്ചതും അതേപോലെ തന്നെ പല കാരണങ്ങളെ കൊണ്ട് നീട്ടിവെക്കപ്പെട്ടതൊക്കെ ആയിരുന്നല്ലോ. സോ ഇവരിപ്പോ ലീഗലി ഒന്നിച്ചിരിക്കുകയാണ്. അതിനുശേഷം ഇപ്പൊ നമ്മൾ 5 മാസങ്ങൾക്ക് ശേഷമാണ് കാണുന്നത്. സാക്ഷി ഇപ്പോ പ്രഗ്നന്റ് ആണ്. അങ്ങനെ ഇവര് നടക്കാനൊക്കെ ഇറങ്ങുന്ന സമയത്ത് കാണുന്ന കാഴ്ച ഇപ്പോ ഷെൻസി ജയിൽവാസമൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയിരിക്കുകയാണ്. ഇവളും ഇവളുടെ അച്ഛനും റോഡിൽ കിടന്ന് പൈസയ്ക്ക് വേണ്ടിയിട്ട് അടികൂടുന്നതാണ് ഇവര് കാണുന്നത്. ഷെൻസി എങ്ങനെയൊക്കെയോ അച്ഛന്റെ കയ്യിലുള്ള ആ ഒരു പൈസ തട്ടിയെടുത്ത് അവിടെ നിന്ന് ഓടുന്നു. അതുകൊണ്ട് തന്നെ ഇയാള് നടു റോഡിൽ കിടന്ന് അവളെ ഇപ്പോൾ തെറി വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഇവര് രണ്ടുപേരെയും അവിടെ കാണുന്നത്. ഉടനെ തന്നെ ഇയാള് ഇവരുടെ അടുത്തേക്ക് വന്ന് മോളെ നീ ഈ മാസം തന്ന പൈസ തീർന്നു, നീ കണ്ടില്ലേ നിന്റെ സിസ്റ്റർ അടിച്ചോണ്ട് പോയത്, എന്റെ ആവശ്യങ്ങൾക്ക് പോലും ഇനിയിപ്പോ എന്റെ കയ്യിൽ പൈസയില്ല, എന്തെങ്കിലും ഈ മാസം ഒന്ന് അധികം നിന്ന് സഹായിക്കണം, നിനക്ക് ജനിക്കാൻ പോകുന്ന കുട്ടിക്ക് എന്റെ അനുഗ്രഹം തീർച്ചയായിട്ടും ഉണ്ടാവും എന്ന് പറയുമ്പോ ഇവള് എങ്കിൽ പിന്നെ ഞാൻ പോലീസിനെ വിളിച്ച് ഷെൻസി പൈസ അടിച്ചോണ്ട് പോയ കാര്യം പറയാം എന്ന് പറഞ്ഞ് ഇവള് പോലീസിനെ വിളിക്കാൻ തുടങ്ങുമ്പോ അച്ഛൻ അയ്യോ വേണ്ട, എന്തായാലും അവളും എന്റെ മകള് തന്നെയല്ലേ, ഇനിയും അവളെ ജയിലിൽ കയറ്റണ്ട, നിനക്ക് പൈസ തരാൻ പറ്റില്ലെങ്കിൽ തരണ്ട എന്ന് പറഞ്ഞിട്ട് പോകുന്നു. അപ്പോ ഇവള് തന്നെ ഇവളുടെ അച്ഛൻ ഇങ്ങനെ പറഞ്ഞത് കേൾക്കുമ്പോ അന്ന് വിട്ട് നിൽക്കാണ്. അച്ഛൻ എന്നാ ഫാമിലി കാര്യങ്ങളിലൊക്കെ ഇത്ര ഉത്തരവാദിത്വം വന്നത് എന്ന് ചോദിക്കുമ്പോ ഫൂയാൻ അത് ഉത്തരവാദിത്തം കൊണ്ടൊന്നും അല്ല, നിന്റെ അച്ഛൻ അയാളുടെ കയ്യിലുള്ള പൈസ തീർന്നപ്പോ നിന്റെ സിസ്റ്ററിനെ ചാക്കിട്ട് പിടിക്കാൻ നോക്കിയതാ, അയാൾക്ക് ക്ലബിൽ കൊണ്ടുപോയി ചീട്ട് കളിക്കാനായിട്ട്, അതുകൊണ്ട് നീ പോലീസിനെ വിളിച്ചാലും കുടുങ്ങാൻ പോകുന്നത് ഇയാളായിരിക്കും, അതുകൊണ്ട് ബുദ്ധിപൂർവ്വം അതില്ലാതാക്കിയത്. പക്ഷെ നിന്റെ സിസ്റ്റർ പൈസ ഉണ്ടാക്കുന്നത് അവളുടെ ഹസ്ബൻഡിനെ കളഞ്ഞിട്ട് ഏതോ ഒരു പണക്കാരന്റെ കൂടിയാണ്, സീച്ചൻ അതൊക്കെ അറിഞ്ഞാൽ എന്താ നടക്കാൻ പോകുന്നതെന്ന് അറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ ഷെൻസിയുടെയും അവളുടെ ഇപ്പോഴത്തെ ബോയ് ഫ്രണ്ടിന്റെയും അടുത്തേക്ക് സീച്ചൻ വന്ന് പ്രശ്നം ഉണ്ടാക്കുന്നു. ഇവരുടെ രണ്ടുപേരുടെയും കയ്യിൽ ഇപ്പോ പൈസയൊന്നും ഇല്ലല്ലോ, സ്വത്തെല്ലാം തന്നെ സാക്ഷിയുടെ പേർക്കല്ലേ, അതുകൊണ്ട് തന്നെ ഷെൻസി മനഃപൂർവ്വം നല്ലൊരു പുളിങ്ങുമ്പോ തേടി പിടിച്ചു. പക്ഷെ സീച്ചൻ അത് ഇപ്പോഴാണ് അറിഞ്ഞത്, അതുകൊണ്ട് തന്നെ ഇവൾക്ക് വന്ന് നല്ലത് കൊടുക്കുന്നു. പക്ഷെ അവളുടെ കോടീശ്വരനായ ബോയ് ഫ്രണ്ട് ഇവളെ കല്യാണം കഴിച്ചതാണെന്ന് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല, അത് ഇപ്പോഴാണ് അയാൾ അറിയുന്നത്. അതുകൊണ്ട് തന്നെ അയാള് ഇവളെ ഇനി വേണ്ട എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നു. സോ അവരങ്ങനെ ഇപ്പോ വളരെ കഷ്ടപ്പെട്ട ഒരു മോശം അവസ്ഥയിലൂടെയാണ് എല്ലാവരും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതൊക്കെ കാണുമ്പോൾ ഇവർക്ക് രണ്ടുപേർക്ക് സമാധാനമാണ്. ഇവരുടെ രണ്ടുപേരുടെയും ലൈഫ് ഇല്ലാതാക്കാൻ ശ്രമിച്ചത് അവരൊക്കെ തന്നെ ആയിരുന്നല്ലോ. സോ
ഇപ്പൊ ഇവളുടെ ആ ഒരു രണ്ടാമത്തെ ലൈഫ് കൊണ്ട് ആ ഒരു പ്രശ്നങ്ങളെല്ലാം തന്നെ പരിഹരിച്ച് ഇപ്പോ അവർ ആഗ്രഹിച്ചതുപോലെ ഒരു ലൈഫ് ജീവിക്കാനായിട്ട് തുടങ്ങിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇവര് രണ്ടുപേരും ഇപ്പോ വളരെ ഹാപ്പിയാണ്. സോ അങ്ങനെ ഒരു ഹാപ്പി എൻഡിങ് കാണിച്ചുകൊണ്ട് ഈ ഡ്രാമ അവസാനിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. അടുത്ത വീഡിയോയിൽ കാണാം.